വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ ബിസിനസ് റെഗുലേഷനിൽ നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ 17th ചാപ്റ്ററാണ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ അതിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ആദ്യം തന്നെ 1930, അതായത് ബ്രിട്ടീഷുകാരുള്ള കാലത്ത് തന്നെയുള്ള ആക്ടാണ്. അത് ഇതുവരെ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ അക്കോർഡിംഗ് ടു സെക്ഷൻ 4 of the Sale of Goods Act, a contract of sale of goods is a contract whereby sellers transfer or agrees to transfer the property in goods to the buyer for a price. അപ്പോൾ സാധനങ്ങൾ, ഗുഡ്സ്, ചരക്ക് എന്നാണ് നമ്മൾ അതിന് മലയാളത്തിൽ പറയാം. വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ പേരാണ് ചരക്ക്, ഗുഡ്സ്. അപ്പോൾ അത് വെയർബൈ സെല്ലേഴ്സ് ട്രാൻസ്ഫേഴ്സ് ഓർ എഗ്രീസ് ടു ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി, അതായത് ഒരു സാധനം മറ്റൊരാൾക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം, പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഉടമസ്ഥാവകാശം, അത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് സെയിൽ ഓഫ് ഗുഡ്സ്. അപ്പോൾ ഒന്നുകിൽ ചെയ്യുക അല്ലെങ്കിൽ അതിനുള്ളൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് സെയിൽ ഓഫ് ഗുഡ്സിനെ കൊണ്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പറയുന്നത്, കോൺട്രാക്ട് ഓഫ് സെയിലിനെ പറ്റി പറയുന്നത്. 1930 നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ ആ നിയമം ഇതുവരെ മാറിയിട്ടില്ല, അല്ലെ 100 വർഷത്തോളം ആവാനായി. ഇനി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നുള്ളതാണ്. അപ്പോൾ കോൺട്രാക്ട് ഓഫ് സെയിൽ അതിൻ്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ 2 പാർട്ടീസ് എങ്കിലും വേണം എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ് ഷുഡ് ബി ദെയർ. പിന്നെന്താണ്, അതിലൊരു കോൺട്രാക്ട് ഉണ്ടായിരിക്കണം. കോൺട്രാക്ട് ഓഫ് സെയിൽ ബീങ് എ കോൺട്രാക്ട് മസ്റ്റ് ഫിൽ ഓൾ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. അപ്പോൾ അതിലൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിൽ മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം. ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് എററുണ്ട്. ഗുഡ്സ് എന്തായിരിക്കണം, മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇമ്മൂവബിൾ ഗുഡ്സ് അല്ല സെയിലിൽ വരിക. അത് നമ്മളെന്താണ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, അത് വേറെ, അതായത് ഭൂമി കച്ചവടമൊക്കെ സെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല. മൂവബിൾ പ്രോപ്പർട്ടീസ് ആണ് വരിക. പിന്നെ പ്രോപ്പർട്ടി എന്താണ്, ട്രാൻസ്ഫർ ചെയ്യും. പ്രോപ്പർട്ടി മീൻസ് ആ ഗുഡ്സിൻ്റെ ഉടമസ്ഥാവകാശം മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനൊരു പ്രൈസ് ഉണ്ടായിരിക്കണം. ആ പ്രൈസാണ് അതിൻ്റെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞത്. ആ സാധനം നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നെങ്കിൽ അതിന് ബദലായിട്ട് അയാൾ എന്ത് തരണം, പൈസയായിട്ട് തരണം എന്നുള്ളതാണ്. പൈസ അല്ല, ചിലപ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും എക്സ്ചേഞ്ചും ആവാം. പിന്നെ ഫോർമാലിറ്റീസ് എന്താണ്, അക്കോർഡിംഗ് ടു സെക്ഷൻ 5 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കോൺട്രാക്ട് ഓഫ് സെയിൽ ഇസ് മെയ്ഡ് ബൈ എൻ ഓഫർ ടു ബൈ ഓർ സെൽ ഗുഡ്സ് ഫോർ എ പ്രൈസ് ആൻഡ് ദ അക്സെപ്റ്റൻസ് ഓഫ് സച്ച് ആൻ ഓഫർ. അതായത് ഫോർമാലിറ്റീസ് സെക്ഷൻ 5 അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ അതിൻ്റെ ഫോം എന്താണ്, എ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി ഇൻ റൈറ്റിംഗ് ഓർ ബൈ വേർഡ് ഓഫ് മൗത്ത്. എഴുതിയിട്ടാവാം അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് ആവാം. ഓർ മേ ബി ഇംപ്ലൈഡ് ഫ്രം ദ കണ്ടക്ട് ഓഫ് പാർട്ടി. അപ്പോൾ ഒന്നുകിൽ എഴുത്തിലൂടെ, ഇപ്പോൾ നമ്മളറിയാം, ഇപ്പോൾ ചില സാധനങ്ങൾക്ക് വാങ്ങണ നേരത്തിൽ അല്ലെങ്കിൽ കൂടിയ സംഗതികളാണെങ്കിൽ അതൊക്കെ ഇൻ റൈറ്റിങ്ങിൽ നമ്മളെന്താണ് ഒരു സാധനം ഉണ്ടാക്കി വെക്കും, വിറ്റു എന്നുള്ളത്. ചിലതിനത് വേണ്ടി വരില്ല, ജസ്റ്റ് നമ്മളെന്താണ് കടയിൽ കയറുന്നു, സാധനം വാങ്ങുന്നു, അതിന് ബില്ലൊക്കെ മാത്രം മതി. അപ്പോൾ ജസ്റ്റ് ബൈ കോണ്ടാക്ട് എന്താണ് നമുക്കത് ഈ പറയുന്ന മാതിരി അതിൻ്റെ സെയില് നടക്കുമെന്നുള്ളതാണ്. ദെൻ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താണെന്നുള്ളതാണ്. സബ്ജക്റ്റ് മാറ്റർ ഇസ് ദ കണ്ടന്റ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ ആൻഡ് ഗുഡ്സ് ഇസ് ദ സബ്ജക്റ്റ് മാറ്റർ. അപ്പം ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്നാണ്, അതിൽ എന്ത് സാധനമാണോ വിൽക്കുന്നത്, ദാറ്റ്സ് ദ മെയിൻ സബ്ജക്റ്റ് ഇൻ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നുള്ളതാണ്. ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, എല്ലാ തരം മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അതർ ദാൻ ആക്ഷനബിൾ ക്ലെയിം ആൻഡ് മണി. ആക്ഷനബിൾ ക്ലെയിമും മണിയും അല്ലാതെ മറ്റെല്ലാ തരത്തിലുള്ള മൂവബിൾ പ്രോപ്പർട്ടി എന്നുള്ളതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റോക്ക് ആൻഡ് ഷെയർ. സ്റ്റോക്ക്, ഷെയർ വരാം, ഗ്രോയിങ് ക്രോപ്സ് വരാം, വളർന്നുകൊണ്ടിരിക്കുന്ന എന്താണ് വിളകളാവാം, ഗ്രാസ് വരാം, ആൻഡ് തിങ്സ് അറ്റാച്ച് ടു ആൻഡ് ഫോമിങ് ദ പാർട്ട് ഓഫ് ലാൻഡ്. അപ്പോൾ ഇവിടെ ഏത് സാധനവും ഗുഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ വരാം. നമ്മൾ ഭൂമിയിൽ നിന്ന് ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ എന്താണ് നമ്മളല്ലാതെ നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന മറ്റ് സംഗതികളൊക്കെ എന്താണ്, ഗുഡ്സ് ആണ്. അപ്പോൾ ദീസ് ഗുഡ്സ് ആർ ദ മെയിൻ സബ്ജക്ട് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഇമ്പോർട്ടൻ്റ് ആണ് സബ്ജക്ട് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താണ് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ്സ് എ ഗുഡ്സ്. ഇനി ആക്ഷനബിൾ ക്ലെയിംസ് എന്താണെന്നുള്ളതാണ്. ആക്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി ആർ നോട്ട് ഗുഡ്സ്. ആൻഡ് ആക്ഷനബിൾ ക്ലെയിം ഇസ് സംതിങ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ഓൺലി ബൈ ആക്ഷൻ ഇൻ എ കോർട്ട് ഓഫ് ലോ. അപ്പോൾ എന്താണ് ആക്ഷനബിൾ ക്ലെയിം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഗുഡ്സ് അല്ല എന്നുള്ളതാണ്. അതെന്താണ്, സംതിങ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ഓൺലി ബൈ ആക്ഷൻ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അത് എൻഫോഴ്സിബിൾ ആവണമെങ്കിൽ, അത് പ്രാബല്യത്തിൽ വരണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു കോടതിയുടെ വിധി വരണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡെറ്റ് ഡ്യൂ, അത് കടം കിട്ടുക എന്നുള്ളതാണ് ഒരു ആക്ഷനബിൾ ക്ലെയിം ആണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആണ്. വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ട ഉത്തരങ്ങളാണ്. ദർ ആർ മെയിൻലി 3 types of good. One is existing good, one is future good, and one is contingent good. അപ്പോൾ നിലവിൽ
ഉള്ള ഗുഡ്സ്, ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഗുഡ്സൊക്കെ എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആണ് അല്ലേ. നമ്മളൊരു കടയിൽ പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ദേ ആർ ഓൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ്. അപ്പോൾ അത് ആണ് എന്ത് എക്സിസ്റ്റിംഗ് ഗുഡ്സിൽ വരുന്നത്. നിലവിൽ ഇപ്പോൾ ഉള്ളത് ഫ്യൂച്ചർ ഗുഡ്സ് ആർ എന്താണ്, നമ്മൾ ഭാവിയിൽ കിട്ടാൻ പോകുന്ന ഗുഡ്സ്. ഇപ്പോൾ നമ്മളൊരു വാഹനം വാങ്ങാനായിട്ട് നമ്മൾ റിപ്ലൈ അതിന് എന്താണ് ഒരു അഡ്വാൻസ് കൊടുക്കുന്നു, ദാറ്റ് ഗുഡ് ഈസ് എ ഫ്യൂച്ചർ ഗുഡ് അല്ലേ. അത് എന്താണ് അവിടെ ഫാക്ടറിയിൽ ഉണ്ടായിട്ട് നമ്മളിലേക്ക് എന്താണ് അത് ഡെലിവറി കിട്ടണം. പിന്നെ കോണ്ടിജന്റ് ഗുഡ്സ് എന്താണ്, അതും ഒരു ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ ഗുഡാണ്. ദ അക്വിസിഷൻ ബൈ വിച്ച് സെല്ലർ ഡിപ്പെൻഡ് അപ്പോൺ എ കോണ്ടിജൻസി. അപ്പോൾ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു നറുക്കെടുപ്പിൽ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാധനം തരാമെന്ന് പറയുന്നുണ്ട്, ദാറ്റ്സ് കൈൻഡ് ഓഫ് എ കോണ്ടിജന്റ് ഗുഡ് അല്ലേ. അത് ആ ഒരു ലോട്ടിൽ നമ്മുടെ പേര് വരികയാണെങ്കിൽ, ലോട്ട് എടുക്കണ നേരത്ത് നമ്മുടെ പേര് വരികയാണെങ്കിലാണ് ആ ഗുഡ് അവിടെ എന്ത് നമുക്ക് ഗുഡ്സ് ആ ഒരു ചരക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു കോണ്ടിജൻസി ഭാവിയിൽ എന്താണ് വരാതിരിക്കാൻ പറഞ്ഞൊരു സംഗതിയാണല്ലോ കോണ്ടിജൻസി എന്ന് വെച്ചാൽ. അപ്പോൾ അത് വരികയാണെങ്കിലോ വരാതിരിക്കുകയാണെങ്കിലോ ആ കോണ്ടിജൻസിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു സാധനം കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ അതാണ് എന്ത് കോണ്ടിജന്റ് ഗുഡ്സ് എന്ന് വെച്ചാൽ. സോ ദർ ആർ 3 types ഓഫ് ഗുഡ്സ്. വൺ ഈസ് എക്സിസ്റ്റിംഗ് ഗുഡ്, ദ സെക്കൻഡ് വൺ ഈസ് ഫ്യൂച്ചർ ഗുഡ്സ് ആൻഡ് ദ തേർഡ് വൺ ഈസ് കോണ്ടിജന്റ് ഗുഡ്. എക്സിസ്റ്റിംഗ് ഗുഡ്സിന് നോക്കിക്കഴിഞ്ഞാൽ അതിനെ 3 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. അത് സ്പെസിഫിക് ഗുഡ്സ് ആണ്. അപ്പോൾ ഈ ഗുഡ്സ് എന്താണ് ഐഡന്റിഫൈഡ് ആണ് ആൻഡ് അഗ്രീഡ് അപ്പോൺ അറ്റ് ദ ടൈം വെൻ കോൺട്രാക്ട് ഓഫ് സെയിൽ ഇസ് മെയ്ഡ്. അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഗുഡാണ്. പിന്നെ അസർട്ടൈൻഡ് ഗുഡ്സ് ആണ്. ദീസ് ആർ ഗുഡ്സ് വിച്ച് ആർ ഐഡന്റിഫൈഡ് ബൈ ദ പാർട്ടീസ്. അപ്പം കൃത്യമായിട്ട് ആൾക്കാർ കണ്ട് മനസ്സിലാക്കുന്ന ഗുഡാണ്. പിന്നെ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ആണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ആണ്, ഇവിടെ ടൈമാണ്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആണ്, പക്ഷെ എന്താണ് യു കനോട്ട് ഐഡന്റിഫൈ സച്ച് ഗുഡ്സ്, ദാറ്റ് ഇസ് കോൾഡ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. അപ്പോൾ 3 തരം ഗുഡ്സ് ആണ് എക്സിസ്റ്റിംഗ്, ഫ്യൂച്ചർ ആൻഡ് കോണ്ടിജന്റ് ഗുഡ്സ്. പിന്നെ എക്സിസ്റ്റിംഗ് എന്നാണ് സ്പെസിഫിക്, അസർട്ടൈൻഡ് ആൻഡ് അൺഅസർട്ടൈൻഡ് ആണ്. പിന്നെ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെയിൽ എന്നുള്ളത്. ഓക്കെ, സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെല്ലാണ്. അപ്പോൾ സെക്ഷൻ 4 സബ്സെക്ഷൻ 3 പറഞ്ഞത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വെയർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ദ പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഇൻ ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ ഇസ് കോൾഡ് എ സെയിൽ. അപ്പോൾ എന്താണ് സെയിൽ, വാട്ട് യു മീൻ ബൈ സെയിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ്. കോൺട്രാക്ട് ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം സെക്ഷൻ 4 സബ്സെക്ഷൻ 3 പ്രകാരം, സെക്ഷൻ 4 സബ്സെക്ഷൻ 3 പ്രകാരം സെയിൽ ഓഫ് ഗുഡ് ആക്ട് വെയർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ദ പ്രോപ്പർട്ടി ഓർ ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ്. അതായത് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന്, അതായത് സാധനം വിൽക്കാൻ വെച്ച ആളുടെ കയ്യിലായിരിക്കും ആദ്യം അതിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ ഉടമസ്ഥാവകാശം ഉണ്ടാവുക. സാധനം വിൽക്കാൻ വെച്ചിരിക്കുന്ന ആളുടെ കയ്യിലായിരിക്കും, അതായത് സെല്ലറിൻ്റെ കയ്യിൽ. അയാളിൽ നിന്ന് അതെന്താണ് ബയറിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയുടെ പേരാണ് എന്ത് സെയിൽ എന്ന് വെച്ചാൽ. അല്ലെ, സാധനം വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്നും അങ്ങനെ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഒരു എക്സാമിനേഷൻ നമ്മൾ എന്താണ് അത് പറയണ നേരത്ത് കൃത്യമായിട്ടുള്ള വേർഡിങ്സ് അവിടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദസ് ഇൻ കേസ് ഓഫ് സെയിൽ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഈസ് ടേക്സ് പ്ലേസ് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കും. ഇൻ കോൺട്രാക്ട് ഓഫ് സെയിൽ, അപ്പോൾ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താണ്, ഇഫ് ദ പ്രോപ്പർട്ടി ടേക്സ് പ്ലേസ് അറ്റ് എ ഫ്യൂച്ചർ ടൈം ഓർ സബ്ജക്ട് ടു സം കണ്ടീഷൻസ് ദെയർ ആഫ്റ്റർ ടു ബി ഫുൾഫിൽഡ് ദ കോൺട്രാക്ട് ഇസ് കോൾഡ് ആൻ എഗ്രിമെൻറ്റ് ടു സെയിൽ. അപ്പോൾ ഇവിടെ കോൺട്രാക്ട് ഓഫ് സെയിൽ ആക്ട് പ്രകാരം പറയുകയാണെങ്കിൽ ഭാവിയിലാണ് നമ്മളിപ്പോൾ എന്താണ് ഇതിനൊക്കെ എല്ലാം ഡീൽ ചെയ്ത് വെക്കുന്നു, ഒരു ചെറിയ അഡ്വാൻസ് കൊടുക്കുന്നു. ഭാവിയിലാണ് നമുക്ക് സാധനം ട്രാൻസ്ഫർ നടക്കുന്നത്, അതിൻ്റെ ഉടമസ്ഥാവകാശം അതിൻ്റെ സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ഭാവിയിലാണ് അതിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ അത്തരം ഒരു സംഗതിയുടെ പേരാണ് എന്ത് എഗ്രിമെൻറ്റ് ടു സെയിൽ എന്ന് വെച്ചാൽ. ഇനി അത് കഴിഞ്ഞിട്ടാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെയിൽ എന്നുള്ളതാണ്. സെയിലും എഗ്രിമെൻറ്റ് ടു സെയിലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേച്ചർ ഓഫ് കോൺട്രാക്റ്റ് പറയുകയാണെങ്കിൽ സെയിൽ ഒരു എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ആണ്. അതായത് ആ കോൺട്രാക്റ്റ് നടന്നു കഴിഞ്ഞു, നമ്മൾ സാധനം പോയി പൈസ കൊടുക്കുന്നു, സാധനം കിട്ടുന്നു. ദ കോൺട്രാക്ട് ഈസ് എക്സിക്യൂട്ടഡ്, അല്ലെ, കോൺട്രാക്ട് നടന്നു കഴിഞ്ഞു, സാധനം കിട്ടുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ എന്താണ് സംഗതി കഴിയുന്നു. സോ ദ കോൺട്രാക്ട് ഈസ് എക്സിക്യൂട്ടഡ്. എക്സിക്യൂട്ടഡ് എന്ന് വെച്ചാൽ എന്താണ്, കോൺട്രാക്ട് നടന്നു കഴിഞ്ഞു. പക്ഷേ വേറെ എന്താണ് എഗ്രിമെന്റ് സെൽ എന്താണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ആണ്. അതൊരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്, നടക്കാൻ പോകുന്ന കോൺട്രാക്റ്റ് ആണ്. എക്സിക്യൂഷൻ നടന്നിട്ടില്ല. വി ആർ ഓൺലി മേഡ് എൻ എഗ്രിമെന്റ്, അല്ലേ, വി ആർ ഓൺലി മേഡ് എൻ എഗ്രിമെന്റ് ഫോർ ദ പർച്ചേസ് ഓർ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഓഫ് ദ ഗുഡ്സ്. അപ്പോൾ അതെന്താണ് ഒരു എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ആണ്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആണ്. ഇൻ കേസ് ഓഫ് സെയിൽ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഫ്രം ദ സെല്ലർ ടു ദ ബയർ ടേക്ക് പ്ലേസ് ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതാണ്. സോ ഇൻ കേസ് ഓഫ് സെല്ലിംഗ് എന്താണ് ഇമ്മീഡിയറ്റ്ലി ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി വിൽ ബി ട്രാൻസ്ഫർഡ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് അത് സെല്ലറിൽ നിന്ന് ബയറിലേക്ക് എന്താണ് ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ്. ബട്ട് ഇൻ കേസ് ഓഫ് എഗ്രിമെന്റ് ടു സെയിൽ ഇറ്റ് ടേക്സ് പ്ലേസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. അത് ഭാവിയിലാണ് എന്ത് ദ പ്രോപ്പർട്ടി വിൽ ബി ട്രാൻസ്ഫേർഡ് ഫ്രം ഇൻ എ ഫ്യൂച്ചർ ഡേറ്റ്. ഓക്കെ,
Then third point is risk of loss. In sale, as a buyer becomes the owner of the goods, he has to suffer the loss if the goods are subsequently damaged. അല്ലേ, നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് സാധനം വാങ്ങി സാധനം പൈസ കൊടുത്തു, നമ്മൾ പോണ വഴിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഇഫ് ദ ബയർ മേക്സ് എനി മിസ്റ്റേക്ക് ആൻഡ് എന്താണ് ദ ഗുഡ്സ് ഈസ് ഡാമേജ്ഡ്, അപ്പോൾ എന്താണ് ഇമീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഗുഡ്സിന് ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കൈയോടെ സംഭവിക്കുകയാണെങ്കിൽ ദ ബയർ ഹാസ് ടു ടേക്ക് ദ റിസ്ക്. അല്ലെ, ബയർ എന്ത് കിട്ടുക, അവിടെ റിസ്ക് വരിക. പക്ഷേ ഇൻ agreement to sale the seller എന്താണ്, but in case of since the ownership does not pass to the buyer, risk also does not pass to him, remains with the seller. In agreement to sale എന്താണ്, if the goods becomes എന്താണ് damaged, the seller will have to bear the risk. അല്ലേ, അപ്പോൾ ഈ ചില കേസിൽ ഇപ്പോൾ നമ്മൾ പറയുന്നു എഗ്രിമെന്റ് സെയിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ചിലപ്പോൾ ഈ ഗുഡ്സ് എത്താതിരിക്കുന്ന അവസ്ഥ നോക്കണ്ട. നമ്മളിപ്പോൾ ഒരു അഡ്വാൻസ് കൊടുക്കുന്നത് സാധനം 3 മാസം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് മാത്രമല്ല, ഇങ്ങനെയും കരുതുക, നമ്മളൊരു സാധനം വാങ്ങാൻ പോകുന്നു, നമുക്ക് സാധനം അപ്പോൾ തരുന്നു, പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ട് എന്താണ് പൈസ കൊടുക്കുന്നില്ല, നമ്മൾ EMI സേവനം ഉപയോഗിച്ചിട്ട് മെല്ലെ മെല്ലെ പൈസ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതൊരു എഗ്രിമെന്റ് സെല്ലാണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി, അതായത് അതിൻ്റെ അവകാശം അപ്പോഴും സെല്ലറിൻ്റെ കയ്യിലാണ്. നമുക്കത് യൂസ് ചെയ്യാൻ തരുന്നു, നമ്മളെന്താണ് ആ ഫുൾ EMI അടച്ച് കഴിഞ്ഞാലാണ് നമുക്ക് പൂർണ്ണമായിട്ട് ആ സാധനം കിട്ടുക. അപ്പോൾ EMI അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കേടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, പിന്നെ EMI അടക്കില്ല. അല്ല, EMI അടക്കാൻ വേണ്ടി നമ്മളെ ഭീഷണിപ്പെടുത്താനും പറ്റില്ല, കാരണം സാധനം വായിക്കുന്നത് കേടായിപ്പോയി. അപ്പോൾ അവിടെ സെല്ലർക്കാണ് എന്ത് റിസ്ക് കൂടുതലുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ റെഡി ക്യാഷ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കേടായി കഴിഞ്ഞാൽ നമുക്കാണ് ഫുൾ റിസ്ക്. അപ്പോൾ അതും വരുന്നുണ്ട് കേട്ടോ എഗ്രിമെന്റ് സെല്ലിൽ. സാധനം നമ്മുടെ കയ്യിലേക്ക് എത്താൻ ചിലപ്പോൾ ആദ്യം എത്തും കയ്യിലേക്ക്, പക്ഷെ ഓണർഷിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് ആ പൈസ അടച്ച് കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക, NOC ഒക്കെ കിട്ടിയിട്ട് അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കേടായി പോയാൽ നമുക്കൊന്നാണ് ക്ലെയിം ചെയ്യാൻ സാധിക്കും, അത് സെല്ലർക്കാണ് റിസ്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഗുഡ്സിൻ്റെ തരത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, ഇൻ സെയിൽ എന്താണ്, നമ്മൾ ഓൺലി എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആർ ഓർ സ്പെസിഫിക് ഗുഡ്സ് ആണ് ഉണ്ടാവുക. അല്ലേ, നമ്മൾ നിലവിലുള്ള ഗുഡ്സ് പോയിട്ടാണ് വാങ്ങുക. അല്ലേ, നമ്മൾ കടയിൽ കാണേണ്ട സാധനം പോയിട്ടാണ് സെല്ലിംഗ് അല്ലേ, സെയിൽസിൽ നടക്കുക. ബട്ട് ഇൻ എഗ്രിമെന്റ് സെയിൽ എന്താണ്, അൺസേർട്ടൺ ഗുഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗുഡ്സ് ആയിരിക്കും. പിന്നെ കോൺസിക്വൻസ് ഓഫ് ബ്രീച്ച് ബൈ ബയർ ആണ്. അപ്പോൾ ബയർ എന്തെങ്കിലും പൈസ കൊടുക്കാൻ വിട്ടൊക്കെ പോവുകയാണെങ്കിൽ, ഇൻ കേസ് ഓഫ് ബ്രീച്ച് ബൈ ദ ബയർ സെല്ലർ ക്യാൻ സ്യൂ ഫോർ പ്രൈസ് ഓഫ് ഗുഡ്സ്. സെയിൽ നടക്കുന്ന നേരത്തെ എന്താണ് പൈസ കൊടുത്തു കഴിഞ്ഞെങ്കിൽ സാധനം എടുത്ത് വെക്കാം, അല്ലെങ്കിൽ എന്താണ് കടയിൽ നിന്ന് ഇറക്കി വിടാം, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് അതിനെതിരെ കേസിന് പോകാം, സാധനം എടുത്ത് ഓടാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ ഇൻ കേസ് ഓഫ് എഗ്രിമെന്റ് ടു സെൽ എന്താണ്, ഇഫ് ദ ബയർ കമ്മിറ്റ്സ് ഡിഫോൾട്ട് ദ സെല്ലർ മേ സൂ ഫോർ ഡാമേജസ് ഓൺലി, നോട്ട് ഫോർ ദ പ്രൈസ് ഈവൻ ദോ ദ ഗുഡ്സ് ആർ ഇൻ ദ പൊസഷൻ ഓഫ് ദ ബയർ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എഗ്രിമെന്റ് സെല്ല് വരുമ്പോൾ സാധനം ബയറിൻ്റെ കയ്യിലാണ്. ഇയാൾ എന്താണ് പൈസ അടയ്ക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ എന്താണ് സെല്ലർക്ക് പിന്നെ കോടതിയിൽ പോയാൽ സാധനം തിരിച്ചു കിട്ടാനൊക്കെ പ്രയാസമാണ്. അങ്ങനെ കുറേ കാലത്തേക്ക് ഇയാൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പൈസക്ക് വേണ്ടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസസ് വരുന്നത്. ഇനി സെയിൽസും മറ്റു തരത്തിലുള്ള സിമിലർ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ദർ ആർ സോ മെനി സിമിലർ ട്രാൻസാക്ഷൻസ് ലൈക്ക് സെയിൽ. അപ്പോൾ സെയിലും അതുപോലെ എന്താണ് മറ്റു തരത്തിലുള്ള സെയിൽ പോലുള്ള മറ്റ് സിമിലർ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുന്ന എല്ലാത്തിനും വാങ്ങുക എന്നുള്ളത് മാത്രമേ പറയൂ, അല്ലെങ്കിൽ വിൽക്കുക എന്നുള്ളത്, അല്ലേ, കച്ചവടം നടത്തുക എന്നുള്ളത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ കാര്യം. പക്ഷേ ഇംഗ്ലീഷിലല്ല, ഇതിൻ്റെ ടെക്നിക്കലി അങ്ങനെയല്ല പറയാം. അപ്പോൾ സെയിലും ഹയർ പർച്ചേസ് എന്താണ്, ഒരു തരം ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസാണ്. അപ്പോൾ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഇസ് എ കോൺട്രാക്ട് വെയർ ബൈ ബയർ അക്വയർസ് ദ പൊസഷൻ ഓഫ് ഗുഡ്സ് ഇമീഡിയറ്റ്ലി ആൻഡ് agrees to pay the total higher purchase price in installment. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങുന്നതിൻ്റെ പേരാണ് ഹയർ പർച്ചേസ് എന്ന് വെച്ചാൽ. Each installment is treated as higher charge until the payment to the last installment when the ownership of goods passes from the seller to the buyer. അപ്പോൾ ഓരോന്നിനും എന്താണ് ഒരു ഹയർ ചാർജ് ആയിട്ടാണ്, ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനെയും ഹയർ ചാർജ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അങ്ങനെ മൊത്തം അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നത് വരെ എന്താണ് ഈ പറഞ്ഞ ബയർ അടച്ചുകൊണ്ടിരിക്കും. അവസാനം അടച്ചു കഴിഞ്ഞാലാണ് ഓണർഷിപ്പ് ആർക്ക് കിട്ടുക, ഈ പറഞ്ഞ ബയർക്ക് കിട്ടുക. അതുവരെ സെല്ലറിന് ഓണർഷിപ്പ് ആയിരിക്കും. ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് വന്ന് എന്താണ് ആ സാധനം എടുത്തുകൊണ്ടുപോകാൻ പൈസക്കൊക്കെ ക്ലെയിം ചെയ്യാനുള്ള അവകാശം സെല്ലർക്കുണ്ട്. അപ്പോൾ സെയിലും ഹയർ പർച്ചേസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, അതിൻ്റെ ഫോമിലാണ് ആദ്യം പറയുന്നത്. ഇൻ കേസ് ഓഫ് സെയിൽ കോൺട്രാക്ട് ക്യാൻ ബി മെയ്ഡ് ഐദർ ഓറലി ഓർ ഇൻ റൈറ്റിംഗ് ആക്കാം. പക്ഷേ ഹയർ പർച്ചേസ് എപ്പോഴും റൈറ്റിങ്ങിലാണ് വേണ്ടത്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് പറയുകയാണെങ്കിൽ ഇൻ എ സെയിൽ ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ ആസ് സൂൺ ആസ് ദ കോൺട്രാക്ട് ഈസ് മെയ്ഡ്. പെട്ടെന്ന് എന്താണ് സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ഓണർഷിപ്പ് മാറും സെയിൽസിൽ. പക്ഷേ ഹയർ പർച്ചേസിന് അങ്ങനെയല്ല, മൊത്തം പേയ്മെൻറ്റ് കഴിഞ്ഞാലേ മാറും. ബയറിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ബയർ പെട്ടെന്ന് ഓണറാവും. ഇവിടെ എന്താണ്
ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് പൊസിഷൻ ഓഫ് ഹയർ പർച്ചേസ് ദാറ്റ് ഓഫ് ദ ബെയിലീൻ്റെ ഒരു അവസ്ഥയാണ് ബയർക്കുള്ളത്. തൽക്കാലം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ടെർമിനേഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഇൻ സെയിൽസ് ബയർ കനോട്ട് ടെർമിനേറ്റ് ദ കോൺട്രാക്ട്, ഈസ് ബൗണ്ട് ടു പേ ദ പ്രൈസ്. അപ്പോൾ സെയിൽസിൽ പെട്ടെന്ന് എന്താണ്, നമ്മൾ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൈസ തിരിച്ചിടാനൊക്കെ പ്രയാസമാണ് അല്ലേ ചില കേസിലൊക്കെ. അപ്പോൾ യു കനോട്ട് ടെർമിനേറ്റ് ദ കോൺട്രാക്ട്, ബട്ട് ഇൻ കേസ് ഓഫ് ഹയർ പർച്ചേസ് യു ക്യാൻ ടെർമിനേറ്റ് ദ കോൺട്രാക്ട്. കോൺട്രാക്ട് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെന്താണ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്. In sale, if the buyer makes payment of the rights of the goods in installments, each installment is treated as part of payment towards the price of goods. But in hire purchase, the installment will be considered as payment towards the price only when buyer exercises his option to buy the article. അപ്പോൾ ഇവിടെ രണ്ട് സെയിൽസ് ചിലപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടയ്ക്കാം. പക്ഷേ ഹയർ പർച്ചേസ് വരുന്ന നേരത്തെ എന്താണ്, നമ്മൾ ബയറിൻ്റെ ഒരു എന്താണ് അതിന് ഉറപ്പ് നൽകുന്ന ഒരു കോൺട്രാക്റ്റ് വേണം അതിന് ഇൻ റൈറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് അത് നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് സെയിൽസും ഹയർ പർച്ചേസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി ബെയിൽമെൻറ്റ് നമ്മളിത് മുൻപ് കണ്ടൊരു ചാപ്റ്റർ ആയിരുന്നു. അതും സെയിൽസും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. ബെയിൽമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ സെക്ഷൻ 148 സെക്ഷൻ 148 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പേർപ്പസ്. ഒരു പ്രത്യേക കാര്യത്തിനായിട്ട് ഗുഡ്സ് ഒരാളെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ പേരാണ് ബെയിൽമെൻറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ അതും സെയിൽസിൻ്റെ ഒരു സ്വഭാവം അതിനുണ്ട്, പക്ഷേ പല വ്യത്യാസങ്ങളുണ്ട്. Upon a contract and that they shall, when the purpose is accomplished, be returned or otherwise disposed of according to the directions of the persons delivering them. Okay. അപ്പോൾ ഒരു പ്രത്യേക കാര്യത്തിനായിട്ട് നമ്മൾ എന്താണ് സാധനം മറ്റൊരാൾക്ക് ഏൽപ്പിക്കുന്നതിൻ്റെ പേരാണ് ബെയിൽമെൻറ്റ് എന്ന് വെച്ചാൽ. അതും സെയിലുമായിട്ട് പല ബന്ധങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഫോളോയിങ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് ബെയിൽമെൻറ്റ്. അപ്പോൾ സെയിലും ബെയിൽമെൻറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഓണർഷിപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഇൻ സെയിൽ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സെല്ലർ ടു ബയർ. അപ്പോൾ ഓണർഷിപ്പ് വേഗം സെയിൽസിൽ എന്താണ് സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ബെയിൽമെൻറ്റ് ഓൺലി പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ്. ബെയിൽമെൻറ്റിൽ പൊസഷൻ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി യൂസ് പറയുകയാണെങ്കിൽ ഇൻ എ സെയിൽ ദ ബയർ ക്യാൻ യൂസ് ദ ഗുഡ്സ്. അതായത് സെയിലിന് പറയുകയാണെങ്കിൽ ബയറിന് എന്താണ് ഗുഡ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. ബട്ട് ഇൻ ബെയിൽമെൻറ്റ് ഇതാണ് ബെയിലി ക്യാൻ യൂസ് ദി ഗുഡ്സ് ഓൺലി അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ ബെയിലർ. അപ്പോൾ ഗുഡ്സ് കൊടുക്കുന്ന ആൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് ബെയിലി എന്ന് പറഞ്ഞ ആൾ ഗുഡ്സ് വാങ്ങി വെക്കുന്ന ആൾക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സെയിൽസിന് യൂസ് ചെയ്യാം. റിട്ടേൺ ഓഫ് ഗുഡ്സ്, സെല്ലർ ക്യാൻ ഗെറ്റ് ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് റിട്ടേണിങ് ഗുഡ്സ്. സെല്ലറിന് അതായത് ഗുഡ്സ് സെയിൽസിൽ സാധനം വിൽക്കുന്ന ആൾക്ക് അതിൻ്റെ വില കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ ആ ഗുഡ്സ് തിരിച്ച് കിട്ടില്ല. പക്ഷേ ബെയിൽമെൻറ്റിൽ നിന്നാണ് അത് തിരിച്ച് കിട്ടും. ഡെലിവറിങ് ഓഫ് ദ ഗുഡ്സ് ഇസ് എൻറ്റൈറ്റിൽഡ് വാട്ട് ഈസ് ഡെലിവേർഡ്. എന്താണോ കൊടുത്താൽ തന്നെ തിരിച്ച് കിട്ടും. കൺസിഡറേഷൻ പറയുകയാണെങ്കിൽ ദ പ്രൈസ് ഇൻ ടേംസ് ഓഫ് മണി ഇസ് ദ കൺസിഡറേഷൻ ഇൻ എ സെയിൽ. അപ്പോൾ ഇന്നാണ് ഇവിടെ വരുന്നത്. സെയിൽസിൽ എന്താണ് പൈസയാണ് അതിൻ്റെ കൺസിഡറേഷൻ. ബെയിൽമെൻറ്റ് എന്താണ് കൺസിഡറേഷൻ ഈസ് ഇൻ അണ്ടർടേക്കിംഗ് ടു റിട്ടേൺ ദ ഗുഡ്സ് ആഫ്റ്റർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദ പർപ്പസ്. അപ്പോൾ ഒരു സംഗതി വരെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടുന്നതാണ് എന്ത് ബെയിൽമെൻറ്റിൽ ആ ഗുഡ്സ് അപ്പടി തിരിച്ച് കിട്ടുന്നതാണ് അതിൻ്റെ കൺസിഡറേഷനായിട്ട് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എന്താണ് സെയിലും മോർഗേജും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മളിതുവരെ കണ്ട് സെയിലും ബെയിൽമെൻറ്റും കണ്ടു, സെയിലും ഹയർ പർച്ചേസും കണ്ടു. ഇനിയിപ്പോൾ സെയിൽസും മോർഗേജും. അപ്പോൾ അതിൽ 3 വ്യത്യാസങ്ങളാണ്. അപ്പോൾ മോർഗേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടം കൊടുക്കണ നേരത്തെ അല്ലെങ്കിൽ കടം വാങ്ങണ നേരത്തെ നമ്മൾ എന്താണ് നമ്മളൊരു സാധനം ഈട് വെക്കുകയാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, നമ്മൾ സ്ഥലത്തിൻ്റെ ആധാരം പണയം വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ പേരാണ് മോർഗേജ് എന്ന് വെക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ. ഓക്കെ. സോ following are the difference between sale and mortgage. So the first point is transfer of possession. In a sale, ownership of goods as a whole is transferred from seller to buyer, but in case of mortgage only the possession is transferred. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ ആധാരം കൊണ്ടുപോയി പണയം വെക്കുന്നതിന് അതായത് ഇങ്ങനത്തെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ ചലിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റി വെക്കാൻ പറ്റാത്ത പ്രോപ്പർട്ടീസ്, ഇപ്പോൾ സ്ഥലം, ബിൽഡിങ്, ഇതൊക്കെയാണല്ലോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അപ്പോൾ അത് നമ്മൾ മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഈട് വെക്കുകയാണെങ്കിൽ നമ്മളവിടെ താമസിക്കുമല്ലോ. കടം വാങ്ങുന്നത് നമ്മളവിടെ താമസിക്കും. അതിൻ്റെ എന്താണ് ഒരു പവർ ഓഫ് അറ്റോണി എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഓണർഷിപ്പ് എന്താണ് ആ ബാങ്കിന് നമ്മൾ കൊടുക്കുക എന്നുള്ളത്. പവർ ഓഫ് അറ്റോണിയിൽ ആധാരം അവിടെ കൊണ്ട് പണയം വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് വിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ നമ്മൾ പൈസ അടച്ചില്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ജപ്തിക്കൊക്കെ വെക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റാണ് അതിൻ്റെ ഓണർഷിപ്പ്. ദ ബയർ ബിക്കംസ് ദ ആബ്സല്യൂട്ട് ഓണർ ഓഫ് ദ ഗുഡ്സ് ഇൻ എ സെയിൽ. ഓണർഷിപ്പ് ബയർ ആവുകയാണ്. ബട്ട് ഇൻ മോർഗേജ് എന്താണ് അത് മോർഗേജറിൻ്റെ കയ്യിൽ തന്നെയാണ് അല്ലേ. നമ്മൾ പണയം വെച്ചാൽ നമ്മുടെ കയ്യിലാണ് ഓണർഷിപ്പ് ഉണ്ടാവുക. പിന്നെ കടമൊക്കെ കൊടുക്കാൻ പറ്റാതെ ജപ്തി വന്ന് അതിന് നിയമപരമായിട്ട് കോടതി ഓർഡറൊക്കെ വേണം.
പിന്നെ കൺസിഡറേഷൻ എന്താണ്? ഇൻ സെയിൽ കൺസിഡറേഷൻ പ്രൈസ് ആണ്. ഇൻ മോർഗേജ് അപ്പോൾ ഒരു ഡെപ്റ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കടം നമ്മൾ സെക്യൂർ ചെയ്യാനില്ല. ബാങ്ക് ഇങ്ങനെ ഈട് വെച്ചിട്ടില്ലെങ്കിൽ എന്താണ്, കടം തിരിച്ചു കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനെന്താണ്, കടം അടച്ചു തീർക്കലാണ് ഇതിൻ്റെ കൺസിഡറേഷൻ മോർഗേജിന്. മറ്റേത് എന്താണ്, അതിൻ്റെ വിലയാണ്, പ്രൈസാണ് കൺസിഡറേഷൻ ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് ഫോർമാലിറ്റീസ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ ആണ്. എന്തൊക്കെയാണ് കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ ഫോർമാലിറ്റീസ് എന്നുള്ളതാണ്. സെക്ഷൻ 4 ഓഫ് ദ ആക്ട് ഡിഫൈൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ആൻഡ് സെക്ഷൻ 5 ഡീൽസ് വിത്ത് ദ ഫോർമാലിറ്റീസ് റിക്വയർഡ് ഫോർ മേക്കിംഗ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ. അപ്പോൾ ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിന് വേണ്ട ഫോർമാലിറ്റീസ് സെക്ഷൻ 4 പറയുന്നുണ്ട്, സെക്ഷൻ 5 പറയുന്നുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ 4 ഇത് ഡിഫൈനാണ് ചെയ്യുന്നത്, എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നുള്ളത്. സെക്ഷൻ 5 ഇതിൻ്റെ ഫോർമാലിറ്റീസിനെ കുറിച്ച് പറയുന്നത്. അതിലൊന്നും എന്താണ്, ഒരു ഓഫർ വേണം, ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ഒരു ഓഫർ വേണം. 2 പാർട്ടീസ് വേണം അതിൽ, അത് ബയ്യറും സെല്ലറുമാണ്. ഒരു പേയ്മെൻറ്റ് വേണം, അതിന് ഡെലിവറി നടക്കണം, അതിനൊരു ഫോം ഉണ്ടായിരിക്കണം. ഫോം മീൻസ് ഒരു സാധനം ഉണ്ടായിരിക്കണം, മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം. ഫോം മീൻസ് ദ ഗുഡ്സ് ഷുഡ് ഹാവ് എ ഫോം. സെയിൽസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി പ്രൈസ് ഓഫ് ഗുഡ്സ് ആണ് അടുത്തത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 10 പ്രൈസ് മീൻസ് ദ മണി കൺസിഡറേഷൻ ഫോർ എ സെയിൽ ഓഫ് ഗുഡ്സ്. പ്രൈസ് എന്ന് വെച്ചാൽ എന്താണ്, മണി കൺസിഡറേഷൻ ആണ്. സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ മണി കൺസിഡറേഷൻ ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്ട്. ഇതെന്താണ്, കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ്. ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. അതെന്താണ്, മോണിറ്ററി ടേംസിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ എന്തൊക്കെ വേണം പ്രൈസിന്? ഇൻ ദ കോൺട്രാക്റ്റിൽ അത് ഉണ്ടായിരിക്കണം, ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം, അതിന് ഡീലിംഗ്, കോസ്റ്റ് ഓഫ് ഡീലിംഗ് കൃത്യമായിരിക്കണം, റീസണബിൾ പ്രൈസ് ആയിരിക്കണം, ഗവൺമെൻറ് പറയുന്ന വില ചിലപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈസിൻ്റെ ഭാഗമായിട്ട്. എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്, കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കണം, എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം, ഡീലിങ്സിൽ വരണം, അത് റീസണബിൾ ആയിരിക്കണം, ഗവൺമെൻറ് പറയുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാനും സാധിക്കില്ല. ഇനി എന്താണ് ഏർണസ്റ്റ് മണി എന്നുള്ളതാണ്. വാട്ട് ഡു യു മീൻ ബൈ ഏർണസ്റ്റ് മണി? The money deposited with the seller by the buyer as security for due fulfillment of the contract is called earnest deposit. അതായത് ഒരു സെല്ലർക്ക് ഒരു ബയർ സെക്യൂരിറ്റി ആയിട്ട് ഒരു പൈസ കൊടുക്കുകയാണ്, എന്തിന്, കൃത്യമായിട്ട് അടച്ചോളാന്ന് പറഞ്ഞാൽ അതിൽ അഡ്വാൻസ് കൊടുക്കുന്ന പോലെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത്, ഏർണസ്റ്റ് മണി എന്നുള്ളതാണ്. അടുത്തത് വാട്ട് ഈസ് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കണ്ടീഷൻ എന്നുള്ളതാണ്. എന്താണ് കണ്ടീഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതിൻ്റെ മീനിങ് ചോദിക്കുകയാണെങ്കിലോ അതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിലോ. അപ്പോൾ മീനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടും ഒരുമിച്ച് വേണം എഴുതാൻ നമുക്ക്. ഇത് ആദ്യം ഡെഫിനിഷനായിട്ട് കണക്കാക്കാം. ഇതാണ് ഡെഫിനിഷൻ. ഓക്കെ, ഫസ്റ്റ് എ കണ്ടീഷൻ ഈസ് എ സ്റ്റിപ്പുലേഷൻ എസെൻഷ്യൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട്, ബ്രീച്ച് ഓഫ് വിച്ച് ഗീവ്സ് റൈറ്റ് ടു എ റൈറ്റ് ടു ട്രീറ്റ് ദ കോൺട്രാക്ട് ആസ് റീപ്യൂഡിയേറ്റഡ്. അപ്പോൾ കണ്ടീഷൻ എന്താണ്, അതിൻ്റെ ഒരു കോൺട്രാക്റ്റിൻ്റെ മെയിൻ പർപ്പസ് ആണ്. അതിൻ്റെ ബ്രീച്ച് വന്ന് എന്താണ്, ഗിവ്സ് റൈറ്റ് ടു ട്രീറ്റ് എ കോൺട്രാക്ട്. അപ്പോൾ അത് ആ കണ്ടീഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ട് ക്യാൻ ബി റീപ്യൂഡിയേറ്റഡ്, which can be cancelled എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കോൺട്രാക്ട് ക്യാൻ ബി ക്യാൻസൽഡ്. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 12 സബ്സെക്ഷൻ 2 ഇത് പറയുന്നത്. Thus a contract is the root of a thus the condition is the root of a contract. കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റിൻ്റെ വേരായിട്ടാണ്, അതിൻ്റെ അടിസ്ഥാനമായിട്ടാണ് കരുതുന്നത്. If a condition is broken, the buyer has the right to terminate the contract and to refuse the goods. കണ്ടീഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മളൊരു ഗ്രീൻ കാറാണ് ഓർഡർ ചെയ്തത്, അത് ബ്ലൂ കാറായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ദ കണ്ടീഷൻ ഇസ് ബ്രോക്കൺ, വി ക്യാൻ റീപ്യൂഡിയേറ്റ് ദ കോൺട്രാക്ട്, വി ക്യാൻ ക്യാൻസൽ ദ കോൺട്രാക്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് ഹി ഹാസ് ഓൾറെഡി പെയ്ഡ് ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഹി കാൺട്ട് റിക്കവർ ദ പ്രൈസ്. അപ്പോൾ പ്രൈസ് അടിച്ചാൽ പിന്നെ എന്താണ്, ഇപ്പോൾ ബയറാണെങ്കിലും പ്രൈസ് അടച്ചിട്ട് അയാൾ കണ്ടീഷൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അയാളും ചിലപ്പോൾ എന്താണ് കുടുങ്ങിപ്പോകും, പൈസ തിരിച്ചു കിട്ടില്ല. രണ്ട് കൂട്ടരും കണ്ടീഷൻ അങ്ങോട്ടും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ദീസ് ആർ ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കണ്ടീഷൻ. അടുത്തത് എന്താണ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് വാറണ്ടി. വാട്ട് ഈസ് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് വാറണ്ടി എന്നുള്ളതാണ്. വാറണ്ടി എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടും ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇത് വാറണ്ടി ഈസ് എ സ്റ്റിപ്പുലേഷൻ വാറണ്ടി ഈസ് എ സ്റ്റിപ്പുലേഷൻ കൊളാറ്ററൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട്, the breach of which gives rise to a claim for damages but not to a right to reject the goods and treat the contract as repudiate. അപ്പോൾ ഒരു കൊളാറ്ററലാണ് അല്ലേ വാറണ്ടി. നമ്മൾ സാധനം വാങ്ങുന്നു, 6 മാസത്തേക്ക് എന്തെങ്കിലും കേട് വരികയാണെങ്കിൽ, ഇപ്പോൾ നിലത്ത് വീണ് പൊട്ടാത്ത സാധനങ്ങളോ അതിൻ്റെ ബോർഡിന് കംപ്ലയിൻറ്റ് വരും, ബാറ്ററി കംപ്ലയിൻറ്റ് ഒരു കളി മാറ്റിത്തരാമെന്ന് പറയുന്ന എന്താണ് കൊളാറ്ററലാണ്, ഒരു അനുബന്ധമായൊരു എഗ്രിമെൻ്റ് ആണ് എന്ത് വാറണ്ടി എന്ന് വെച്ചാൽ. ഡാമേജ് വരുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്താണ് അതിന് എന്തെങ്കിലും വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ വാറണ്ടി ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ബ്രീച്ച് ആവും. അപ്പോൾ സെയിൽ നടന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് പൈസ തിരിച്ച് കിട്ടാൻ
നമുക്ക് ആ സാധനം തിരിച്ചു കൊടുക്കേണ്ടി വരില്ല, ചിലപ്പോൾ പൈസ നമുക്ക് തിരിച്ച് കിട്ടാനുള്ള നമുക്ക് കൺസ്യൂമർ കോർട്ടിലൊക്കെ പോയാൽ കിട്ടുന്നുള്ളതാണ്. There are two kinds of warranty. One is express warranty and other one is implied warranty. അപ്പോൾ എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടി എന്നുള്ളതാണ്. എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടിയാണ്. അപ്പോൾ എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്, വാറണ്ടി രണ്ട് തരം വാറണ്ടി. എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് കണ്ടീഷൻ രണ്ട് തരമാണത്. അതിൻ്റെ കൂടെ വാറണ്ടി എന്താണെന്നുള്ളതാണ്. എക്സ്പ്രസ് കണ്ടീഷൻ ആർ വാറണ്ടീസ് ആർ ദോസ്. അപ്പോൾ വാറണ്ടി ഒരു കൈൻഡ് ഓഫ് കണ്ടീഷനാണ്. ആദ്യം അതുകൊണ്ട് നമ്മളുടെ കണ്ടീഷൻ പഠിച്ചത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാറണ്ടി പഠിക്കുന്നത്. അപ്പോൾ വാറണ്ടി ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് കണ്ടീഷൻ. എക്സ്പ്രസ് കണ്ടീഷൻ ആൻഡ് വാറണ്ടീസ് ആർ ദോസ് വിച്ച് ഹാവ് ബീൻ എക്സ്പ്രസ്ലി അഗ്രീഡ് അപ്പോൺ ബൈ ദ പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. എക്സ്പ്രസ് കണ്ടീഷൻ എന്നാണ് നമ്മൾ സെയിൽ നടക്കുന്ന നേരത്ത് ആ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ് വെക്കുന്ന കണ്ടീഷൻസ് ആണെങ്കിൽ അതിൻ്റെ പേരാണ് എക്സ്പ്രസ് കണ്ടീഷൻ. ദേ ആർ സ്റ്റേറ്റഡ് ഇൻ ഡിഫിനൈറ്റ് വേർഡ്സ് ആസ് ദ ബേസിസ് ഓഫ് ദ കോൺട്രാക്ട്. അത് കൃത്യമായ വേർഡ്സിൽ അവിടെ സ്റ്റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനത്തെ കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ് ആർ നോട്ട് റിട്ടൺ ഇൻ ദ കോൺട്രാക്ട് ബട്ട് അപ്ലൈഡ് ടു ദ കോൺട്രാക്ട് either ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ഓർ ബൈ ട്രേഡ് ഓർ കസ്റ്റം. അല്ലെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിന് മായം കലർത്താതെ നമുക്ക് ആരോഗ്യത്തിന് കേട് വരാത്ത രീതിയിൽ കൊടുക്കുക എന്നുള്ളത് ഇറ്റ് ഇസ് എൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ഓർ എൻ ഇംപ്ലൈഡ് വാറണ്ടി ബൈ എൻ ഹോട്ടൽ ഓണറോ അല്ലെങ്കിൽ ഒരു ബേക്കറിക്കാരനോ അല്ലെങ്കിൽ നമ്മൾ വീടുകൾ തോറും കൊണ്ട് നടന്ന് വിൽക്കുകയാണെങ്കിലൊക്കെ ഇറ്റ്സ് എൻ ഇംപ്ലൈഡ് കണ്ടീഷൻ. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് വാറണ്ടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതി വെക്കണമെന്നില്ലല്ലോ, വാറണ്ടി കാർഡിൽ നിന്ന് കൊടുക്കണില്ല. വാറണ്ടി കാർഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ എഴുതില്ല. അപ്പോൾ അതേമാതിരി ഇതിൽ കണ്ടീഷൻ എഴുതുന്നില്ല, പക്ഷേ ഇറ്റ്സ് എൻ ഇംപ്ലൈഡ് വാറണ്ടി. ഓക്കെ, ദീസ് ആർ കോൾഡ് ആസ് ഇംപ്ലൈഡ് കണ്ടീഷൻ ആൻഡ് വാറണ്ടി. ഇമ്പോർട്ടൻറ്റ് ഇംപ്ലൈഡ് കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ഒരു ബയർ ഒരു സെല്ലറിനോട് സാധനം വാങ്ങുന്നു, പൈസ കൊടുക്കുന്നു, പിന്നീട് സെല്ലർ വന്നിട്ട് അത് തിരിച്ചു ചോദിക്കാൻ പറ്റില്ല. കാരണം അതൊരു ഇംപ്ലൈഡ് വാറണ്ടിയാണ്, ഇംപ്ലൈഡ് കണ്ടീഷനാണ്. എന്ത് ടൈറ്റിൽ, അതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്ക് പോയി? സെല്ലറിൻ്റെ കയ്യിൽ നിന്നും ബയർക്ക് പോയി എന്നുള്ളത്. പിന്നെന്താണ്? ഗുഡ്സ് സോൾഡ് ഷുഡ് കറസ്പോണ്ട് ടു ഡിസ്ക്രിപ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നമ്മളൊരു ഇന്ന കളർ കാറ് വാങ്ങുകയാണെങ്കിൽ ആ സെയിം കളർ കാറ് തന്നെ നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. അതൊരു ഇംപ്ലൈഡ് വാറണ്ടിയാണ്. അത് ആദ്യം പിന്നെ വേറെ എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെന്താണ്? സെയിൽ ബൈ സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഒരു സാമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് വാങ്ങുക. അപ്പോൾ ആ സാമ്പിളിന് അനുബന്ധമായിട്ടായിരിക്കണം എന്ത് വേണ്ടത്? ആ മെയിൻ സാധനം വേണ്ടത്. കണ്ടീഷൻസ് ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ്. അപ്പോൾ സാധനങ്ങൾക്ക് ഒരു മിനിമം ക്വാളിറ്റി കൊടുക്കുക എന്നുള്ളത് എന്താണ്? അത് ഫിറ്റായിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഒരു വണ്ടി വാങ്ങുന്ന നേരത്തെ അതിന് ഫിറ്റ്നസ് ഒക്കെ അത്യാവശ്യമാണ്, ഇപ്പോൾ ഏത് സാധനത്തിനാണെങ്കിലും. അപ്പോൾ അത് ഒരു ഇംപ്ലൈഡ് വാറണ്ടി ആയിരിക്കണം, അതിന് മാറ്റങ്ങൾ വരാൻ പാടില്ല. കണ്ടീഷൻ ആസ് ടു മെർച്ചൻറ്റബിലിറ്റി. അപ്പോൾ എന്താണ്? കൃത്യമായിട്ട് മറച്ച് വെക്കാനൊക്കെ ഉള്ള സാഹചര്യം ആ ഗുഡ്സിന് ഉണ്ടാവണം എന്നുള്ളതാണ്. കണ്ടീഷൻ ആസ് ടു ഹോൾസംനെസ്. എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കണം എന്നുള്ളത്, ആ ഗുഡ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഇംപ്ലൈഡ് കണ്ടീഷൻസിൽ വരുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് ഇംപ്ലൈഡ് വാറണ്ടി എന്താണ്? വാറണ്ടി ഫോർ ക്വയറ്റ് പൊസിഷൻ. ക്വയറ്റ് മീൻസ് ബിഗ് പൊസിഷൻ. അപ്പോൾ ഇംപ്ലൈഡ് വാറണ്ടിയാണ് അതിൻ്റെ പൊസഷൻ. നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ട് അത് ഉപയോഗിക്കാൻ നമ്മുടെ കൈകളിലേക്ക് അത് വരണം എന്നുള്ളതാണ്. ഇംപ്ലൈഡ് വാറണ്ടി അഗെയിൻസ്റ്റ് എൻക്യൂംബ്രൻസ്. ഓക്കെ, അപ്പോൾ എൻക്യൂംബ്രൻസ് എന്താണ്? എൻക്യൂംബ്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉടമസ്ഥാവകാശമാണ്. പിന്നെ ഇംപ്ലൈഡ് വാറണ്ടി ആസ് ടു യൂസേജ് ഓഫ് ട്രേഡാണ്. അപ്പോൾ ട്രേഡിന് കൃത്യമായിട്ട് അത് യൂസ് ചെയ്യാൻ സാധിക്കണം. ഇംപ്ലൈഡ് വാറണ്ടി ആസ് ടു ഡിസ്ക്ലോസ് ഡേഞ്ചറസ് നേച്ചർ. അല്ലേ, നമ്മൾ ചില കളിപ്പാട്ടങ്ങളൊക്കെ വരുന്ന നേരത്ത് വാങ്ങണ നേരത്ത് അതിൽ തന്നെ എഴുതി വെക്കണം എന്നുള്ളതാണ്. എന്ത്? അതിപ്പോൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഡേഞ്ചർ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ സൂചിപ്പിക്കണം. അപ്പോൾ അത് കൃത്യമായിട്ടും ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ദീസ് ആർ ഓൾ ഇംപ്ലൈഡ് വാറണ്ടി. അപ്പോൾ ഇംപ്ലൈഡ് കണ്ടീഷനും ഇംപ്ലൈഡ് വാറണ്ടിയും രണ്ട് തരത്തിലാണ്. അപ്പോൾ അത് രണ്ടും അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി കണ്ടീഷനും വാറണ്ടിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അതിൻ്റെ ബേസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കണ്ടീഷനും വാറണ്ടിയും എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ എന്നുള്ളതാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കോർഡിംഗ് ടു ബേസ് നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഈസ് ഫണ്ടമെൻ്റൽ ഇൻ നേച്ചർ ആൻഡ് എസെൻഷ്യൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട്. അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള സാധനം കണ്ടീഷൻ എന്ന് വെച്ചാൽ. വാറണ്ടി എന്താണ്? അത് സപ്പോർട്ടീവ് ആണ്, കൊളാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ എല്ലാ സാധനത്തിനും ഒരു വാറണ്ടി കൊടുത്തോളുന്നില്ല. ചില ഇംപ്ലൈഡ് വാറണ്ടീസ് ഉണ്ടാവും, എന്നാലും എക്സ്പ്രസ് വാറണ്ടി ചിലപ്പോൾ ഉണ്ടാവാതിരിക്കുക. ഇതിനനുബന്ധമായി നമ്മൾ കൊടുക്കുന്ന സാധനമാണ് വാറണ്ടീസ്. മറ്റേത് ഫണ്ടമെൻ്റലാണ് കണ്ടീഷൻ. അല്ലേ, നമ്മൾ സാധനം വാങ്ങുന്ന നേരത്തെ കണ്ടീഷൻസ് പ്രോപ്പറായി വരിക എന്നുള്ളത് അത്യാവശ്യമാണ്. പിന്നെ ബ്രീച്ചാണ്. ഡ്യൂ ടു ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ദ കോൺട്രാക്ട് മേ ബി അവോയ്ഡ്. കണ്ടീഷൻ ബ്രീച്ച് ചെയ്യപ്പെട്ടാൽ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യപ്പെടും, സെല്ലിംഗ് എന്നെ അസാധുവാക്കും. ബ്രീച്ച് ഓഫ് വാറണ്ടി ഗീവ് റൈറ്റ് ടു ക്ലെയിം ഫോർ കോമ്പൻസേഷൻ. വാറണ്ടി വലിയ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കൺസ്യൂമർ കോർട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടും, നഷ്ടപരിഹാരം കിട്ടും എന്നുള്ളതാണ്. ഇനി ട്രീറ്റ്മെൻറ്റ് നോക്കിയാൽ ബ്രീച്ച് ഓഫ് വാറണ്ടി മേ ഗിവ് റൈസ് ടു എ റൈറ്റ് ടു ക്ലെയിം ഫോർ കോമ്പൻസേഷൻ.
അപ്പോൾ ബ്രീച്ച് ഓഫ് വാറണ്ടി അല്ല, അത് ഇവിടെ ചെറിയൊരു ബ്രീച്ചിൻ്റെ. അപ്പോൾ ഈ കണ്ടീഷൻ നിങ്ങൾ ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, ഇതൊന്ന് ഒഴിവാക്കുക. ഫുൾഫില്ലിംഗ് പർപ്പസ് നോക്കുക. ദ മെയിൻ പർപ്പസ് ഓഫ് കോൺട്രാക്ട് കനോട്ട് ബി ഫുൾഫിൽഡ്. അപ്പോൾ ഇത് ഞാനൊന്ന് മാറ്റിയിട്ട് ഒന്ന് അയച്ചു കേട്ടോ, അതിന് വേറൊരു പോയിന്റ് അവിടെ കൊടുക്കണം, കാര്യം അതിൽ എന്തോ ഒരു ടൈപ്പിംഗ് എറർ ഉണ്ട്. ഫുൾഫില്ലിംഗ് പർപ്പസ് വരുന്നത് ദ മെയിൻ പർപ്പസ് ഓഫ് കോൺട്രാക്ട് മേ നോട്ട് ബി ഫുൾഫിൽഡ് അൺലെസ് ദ കണ്ടീഷൻ ഈസ് ഫുൾഫിൽഡ്. അപ്പോൾ കണ്ടീഷൻ നടന്നെങ്കിൽ ആ മെയിൻ കോൺട്രാക്ട് നടക്കുള്ളൂ, അല്ലെങ്കിൽ കോൺട്രാക്ട് അസാധുവായി പോകും. ഫുൾഫിൽമെൻറ്റ് ഓഫ് എ കോൺട്രാക്ട് ഡസ് നോട്ട് എന്താണ് ഡിപ്പെൻഡ് ഓൺ വാറണ്ടി എന്നുള്ളതാണ്. പിന്നെ കീ വി ടെംപ്റ്റർ എന്താണെന്ന് ചോദിക്കും. കീ വി ടെംപ്റ്റർ എന്താണ്? ലെറ്റ് ദ ബയർ ബി. കീ വി ടെംപ്റ്റർ എന്ന് വെച്ചാൽ ലെറ്റ് ദ ബയർ ബിവെയർ എന്നുള്ളത്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് ദ ടൈം ഓഫ് ബൈയിങ് ഗുഡ്സ് ബയർ മസ്റ്റ് ടേക്ക് റീസണബിൾ എക്സാമിനേഷൻ ഓഫ് ദ ഗുഡ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാധനം വാങ്ങാൻ പോകുന്ന നേരത്തെ ബയർ ഷുഡ് ബി അവെയർ, ഈ ഷുഡ് എന്താണ് ബി അവെയർ എന്നുള്ളതാണ്. അപ്പോൾ അയാൾ കൃത്യമായിട്ട് സാധനങ്ങൾ നോക്കണം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് കീ വി ടെംപ്റ്റർ എന്ന് വെച്ചാൽ. കീ വി വെൻഡർ എന്നുണ്ട്, അത് ലെറ്റ് ദ സെല്ലർ ബി വെയർ എന്നുള്ളതാണ്. അത് നമുക്ക് ഇതിലില്ല. പിന്നെ എക്സെപ്ഷൻസ് ടു റൂൾ ഓഫ് കീ വി ടെംപ്റ്റർ ആണ്. അപ്പോൾ എപ്പോഴും ബയർ ശ്രദ്ധിക്കണം എന്ന് പറയും ചില കാര്യങ്ങളൊക്കെ. ചില കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന നേരത്തെ വാങ്ങുന്ന നേരത്തെ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാധനത്തിൻ്റെ ഫിറ്റ്നസ് ഫോർ ബയേഴ്സ് പർപ്പസ്, അപ്പോൾ അത് അയാൾ നോക്കേണ്ട കാര്യം കീ വി ടെംപ്റ്ററിൻ്റെ എക്സെപ്ഷനിൽ വരാത്ത കാര്യമാണ്, അത് സെല്ലർ നോക്കി തരേണ്ട കാര്യമാണ്. സെയിൽ അണ്ടർ എ പാറ്റൻറ്റ് ഓർ ട്രേഡ് നെയിം. ഇപ്പോൾ ആപ്പിളിൻ്റെ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ആ പേര് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് പിന്നെ കൂടുതൽ പരിശോധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ പിന്നെ ഒരു ഫ്രോഡ് ഉണ്ടെങ്കിൽ അതൊരു ഫേക്ക് ബ്രാൻഡാണ്, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡാണ് തരുന്നതെങ്കിൽ അവിടെ ബയറിൻ്റെ പ്രശ്നമല്ല, അത് സെല്ലറാണ് അവിടെ എന്ത് പ്രശ്നക്കാരൻ. അത് തെളിയിക്കാൻ പറ്റിയ സെല്ലർ ബയർക്ക് എന്ത് കൊടുക്കണം? കോമ്പൻസേഷൻ കൊടുക്കണം. അതിന് മെർച്ചൻറ്റബിൾ ക്വാളിറ്റി, അത് കൃത്യമായിട്ട് എന്താണ് നല്ല ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണെങ്കിലും അത് ബയർ കൃത്യമായിട്ട് ക്വാളിറ്റി അപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് ചെക്ക് ചെയ്ത് കൊടുക്കേണ്ടത് സെല്ലറിൻ്റെ കടമയാണ്. യൂസേജ് ഓഫ് ട്രേഡ് ആണ്, അത് എത്രമാത്രം നമ്മൾ നേരത്തെ മെർച്ചൻറ്റബിൾ ക്വാളിറ്റി പറഞ്ഞല്ലോ, ട്രേഡിന് യൂസ് ചെയ്യുന്ന സാധനമാണെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ, അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് അതും സെല്ലറാണ് നോക്കേണ്ടത്, ബയറല്ല. കോൺസെൻറ്റ് ബൈ ഫ്രോഡാണ്. ഫ്രോഡൊക്കെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, ആ സാധനം നമ്മുടെ മുമ്പിൽ എത്തുന്നതിന് ഇടയ്ക്ക് എന്തെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ബയർക്ക് നോക്കാൻ സാധിക്കില്ല. പിന്നെ സെയിൽ ബൈ ആ സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പിന്നെ ആ സാമ്പിളിന് അതേ സാധനം തരണം എന്നുള്ളതാണ്, പിന്നെ വരുന്ന സാധനം ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ എന്തെങ്കിലും മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിലും ബയർ നോക്കേണ്ട കാര്യമില്ല. സോ ദീസ് ആർ ദ എക്സെപ്ഷൻസ് ടു ദ റൂൾ ഓഫ് കീ വി ടെംപ്റ്റർ എന്നുള്ളതാണ്. ഇനി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഓഫ് ഗുഡ്സ് എന്താണെന്നുള്ളതാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്താണെന്നുള്ളതാണ്. ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ ഗുഡ്സ് ഡെലിവറിങ് ആൻഡ് പാസിംഗ് ദ റിസ്ക്. Property of goods means ownership of goods, whereas possession of goods refers to custody or control of goods. പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ഉടമസ്ഥാവകാശമാണ്. പൊസഷൻ എന്ന് വെച്ചാൽ കൈവശം വെക്കുക എന്നുള്ളതാണ്. കൈവശം വെക്കലും ഉടമസ്ഥാവകാശം രണ്ടല്ലേ. അപ്പോൾ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് പാസ് ചെയ്യലാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്ന് വെച്ചാൽ. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് പറയുന്നത്? റിസ്ക് ഫോളോസ് ഓണർഷിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഓണർഷിപ്പിലൂടെ സാധനത്തിന് റിസ്ക് ഈ ബയറിലേക്ക് വരും. ആക്ഷൻ അഗെയിൻസ്റ്റ് തേർഡ് പാർട്ടിക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റും. സൂട്ട് ഫോർ പ്രൈസ് ആണ്, പ്രൈസിനെതിരെ സൂട്ട്, അതായത് കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ എന്താണ് ഇൻസോൾവൻസി ഓഫ് ബയറും സെല്ലറൊക്കെ എന്താണ് ഇതിനെ ബാധിക്കുന്ന വിഷയങ്ങൾ. ഇനി അടുത്തത് റൂൾസ് റിഗാർഡിംഗ് ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആണ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില നിയമങ്ങളാണ്. ഇൻ ദ കേസ് ഓഫ് അസർട്ടൈൻഡ് ഓർ സ്പെസിഫൈഡ് ഗുഡ്സ്, അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഗുഡ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, വെൻ ദ ഇൻറ്റൻഷൻ ഓഫ് ദ പാർട്ടീസ് കനോട്ട് ബി അസർട്ടൈൻഡ് ഇൻ കേസ് ഓഫ് സെയിൽ ഓർ സ്പെസിഫിക് ഓർ അസർട്ടൈൻ ഗുഡ്സ്, ദ ഫോളോയിങ് റൂൾസ് ആർ ആപ്ലിക്കബിൾ. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഗുഡ്സ് ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എങ്ങനെ നടക്കുക? ഗുഡ്സ് ഒരു ഡെലിവറബിൾ സ്റ്റേറ്റ് ആണെങ്കിൽ അത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ നടക്കും. ഗുഡ്സ് ചിലപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റിലുണ്ടാവാം. അപ്പോൾ എന്താണ് അത് ഡെലിവറിബിൾ സ്റ്റേറ്റ്, അതായത് കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റിലേക്ക് എത്തിച്ചിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഗുഡ്സ് ആർ ടു ബി മെഷേർഡ് ആൻഡ് വെയ്റ്റഡ്, അത് കൃത്യമായിട്ട് മെഷറും വെയ്റ്റും ചെയ്യണം. വെൻ ഗുഡ്സ് ആർ ഡെലിവേർഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ഓർ ഓൺ അപ്രൂവൽ ഓഫ് ബേസിസ്, അത് കൃത്യമായിട്ട് എന്താണ് സെയിൽ നടത്തി അല്ലെങ്കിൽ ഡെലിവറി ചെയ്ത് അതിൻ്റെ അപ്രൂവൽ കിട്ടുക എന്നുള്ളതാണ്. ഇൻ കേസ് ഓഫ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ് എന്താണ് കൃത്യമായിട്ടും അസർട്ടൈൻ ചെയ്ത് വെക്കണം. അൺകണ്ടീഷണൽ അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് വേണം എന്നുള്ളതാണ്. മൂന്നാമത്തത് ഇൻ കേസ് ഓഫ് സെയിൽ ഓൺ അപ്രൂവൽ ആണെങ്കിൽ, വെൻ ദ ബയർ സിഗ്നിഫൈസ് അപ്രൂവൽ, വെൻ ദ ബയർ അഡോപ്റ്റ്സ് ദ ഗുഡ്സ്, വെൻ ദ ബയർ ഫെയിൽസ് ടു റിട്ടേൺ ദ ഗുഡ്സ്, വെൻ ദ ബയർ മേക്സ് ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് ഇമ്പോസിബിൾ.
അപ്പോൾ ചിലപ്പോൾ എന്താണ് ഈ അപ്രൂവലിൻ്റെ കേസ് ചിലപ്പം ബയറിൻ്റെ അപ്രൂവൽ വേണ്ടി വരും. ചിലപ്പോൾ ബയർ എന്താണ് ഗുഡ്സ് ജസ്റ്റ് അഡോപ്റ്റ് വാങ്ങിയാൽ മാത്രം മതി, അപ്രൂവൽ വേണ്ട. ചിലപ്പോൾ എന്താണ് ബയർ ഫെയിൽസ് ടു റിട്ടേൺ, അതായത് കൃത്യസമയത്ത് ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ബയർക്ക് പിന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല, അയാൾ തന്നെ വാങ്ങേണ്ടി വരും. അപ്പോൾ അത് അപ്രൂവലായിട്ട് നമ്മൾ സ്വീകരിക്കും. പിന്നെന്താണ് വെൻ ദ ബയർ മേക്സ് ദ റിട്ടേൺ ഓഫ് ദ ഗുഡ്സ് ഇമ്പോസിബിൾ, തീരെ കേടാക്കിയിട്ട് അത് കേടായി എന്ന് പറയുകയാണെങ്കിൽ എന്താണ് പിന്നെ ഗുഡ്സ് നമ്മൾ ഇമ്പോസിബിൾ അല്ലേ തിരിച്ച് കിട്ടുക എന്നുള്ളത്. പിന്നെ നമ്മളെന്താണ് ആ ബയറിൻ്റെ കയ്യിലേക്ക് തന്നെയാണ് ആ ഓണർഷിപ്പ് പോകുക എന്നുള്ളതാണ്. ഒരു സാധനം വാങ്ങി നമ്മുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഓടയിൽ വീണത് ഒലിച്ചു പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സാധനം കേടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയിട്ട് കേസ് എടുക്കാൻ പറ്റില്ല, അല്ല അതിൻ്റെ റിട്ടേൺ നമുക്ക് ചെയ്യാൻ പറ്റില്ല ആ സാധനം, അതെവിടെയോ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി, അത് ഇമ്പോസിബിളായി. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കേസ് പറഞ്ഞത്. അതായത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. അത് 3 കേസാണ്. അസർട്ടൈൻ ചെയ്യാൻ പറ്റിയ ഗുഡ്സ്, അൺഅസർട്ടൈൻ ചെയ്യാൻ പറ്റിയ ഗുഡ്സ്, പിന്നെ എന്താണ് അപ്രൂവലിൻ്റെ ബേസിസിലും. പിന്നെ സെയിൽ ബൈ നോൺ ഓണേഴ്സ് ആണ്. ചിലപ്പം ഒരു ഗുഡ്സിൻ്റെ ഓണർ അല്ലാത്ത ഒരാൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ എന്താണെന്നുള്ളതാണ്. ദ ജനറൽ റൂൾ ഇസ് ദാറ്റ് നോ വൺ ക്യാൻ ട്രാൻസ്ഫർ എ ബെറ്റർ ടൈറ്റിൽ ദാൻ വാട്ട് ഹി ഹിംസെൽഫ് ഹാസ്. ദിസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ലാറ്റിൻ മാക്സിം നിമോ ഡാറ്റ് കോഡ് നോട്ട് ഹാബിറ്റ്. ദിസ് മീൻസ് ദാറ്റ് നോ വൺ കനോട്ട് ഗിവ് വാട്ട് വിച്ച് ഹി ഹാസ് നോട്ട്. അപ്പോൾ ഒരിക്കലും ഒരു നോൺ ഓണർക്ക്, ഇപ്പോൾ എനിക്ക് മറ്റൊരാളുടെ സാധനം വിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഷുഡ് ബി ദ ഓണർ. ഞാൻ ഓണർ ആവണമെങ്കിൽ ഒന്നുകിൽ എനിക്ക് ഒരാൾ വെറുതെ എഴുതി തരാമെന്നുള്ള രീതിയിൽ തരണം, അല്ലെങ്കിൽ എന്താണ് ഞാനത് കാശ് കൊടുത്ത് വാങ്ങിയിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ എക്സെപ്ഷൻസ് ടു ജനറൽ റൂളാണ്. അപ്പോൾ ചിലപ്പോൾ എന്താണ് ടൈറ്റിൽ ബൈ എസ്റ്റോപ്പൽസ് വരികയാണെങ്കിൽ എന്താണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നോൺ ഓണേഴ്സിന് ഇപ്പോൾ ടൈറ്റിൽ ബൈ എസ്റ്റോപ്പൽ എന്ന് മറ്റൊരു വ്യക്തി നമുക്ക് എഴുതി തരികയാണ്, എഴുതി തരില്ല, മറ്റൊരു വ്യക്തി നമ്മുടെ എന്താണ് ഒരു ലീഗൽ ഒരു ഏജൻ്റ് ആയിട്ട് കണക്കാക്കുകയാണ്. അല്ല, ഒരു ഏജൻറ്റിന് നമ്മൾ എന്താണ് ഒരു ഗുഡ്സ് വിൽക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഏജൻറ്റിൻ്റെ കൈവശം ആ ഗുഡ്സ് ഉണ്ടാവും, അപ്പോൾ അത് അയാൾ വിൽക്കുകയാണ് അപ്പം വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ വരുന്ന നേരത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു നോൺ ഓണർക്ക് വേണമെങ്കിൽ ഗുഡ്സ് സെയിൽ ചെയ്യാം, അതൊരു എക്സെപ്ഷനാണ്. സെയിൽ ബൈ മെർക്കൻറ്റൈൽ ഏജൻറ്റ്, അപ്പോൾ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഒരു മെർക്കൻറ്റൈൽ ഏജൻ്റാണ് സാധനം വിൽക്കുന്നതെങ്കിൽ അയാൾ ഇന്ന് ഗുഡ്സിൻ്റെ ഓണർ ആവേണ്ട കാര്യമില്ല. പിന്നെ ഒന്നിലധികം ആൾക്കാരൊരു സാധനം കൈവശം വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ ഓരോരുത്തർക്കും എന്താണ് ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ, ഓണർഷിപ്പ് റൈറ്റ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു ജോയിൻറ്റ് ഓണർക്ക് വേണമെങ്കിൽ അത് വിൽക്കാം എന്നുള്ളതാണ്. സെയിൽ ഓഫ് ഗുഡ്സ് ഒബ്റ്റൈൻ അണ്ടർ വോയിഡബിൾ എഗ്രിമെൻറ്റ്, നമ്മളൊരു വോയിഡബിൾ എഗ്രിമെൻറ്റിലാണ്, ആ എഗ്രിമെൻറ്റ് ഇതൊരു വോയിഡ് ആക്കിയിട്ടില്ല, അതർ പാർട്ടി അത് വോയിഡ് ആക്കിയിട്ടില്ലെങ്കിൽ ആ ഗുഡ്സ് വേണമെങ്കിൽ നമുക്ക് വിൽക്കാം എന്നുള്ളതാണ്. സെയിൽ ബൈ ദ സെല്ലർ ഇൻ പൊസിഷൻ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ സെയിൽ, അതായത് ഒരു സെല്ലർ എന്താണ് അയാളുടെ കയ്യിൽ ഇപ്പോഴും ഗുഡ്സ് ഉണ്ട്, അപ്പോൾ സെയിലിന് ശേഷം മറ്റേ ബയർ ഇതുവരെ വാങ്ങിയിട്ടില്ല, അയാൾക്ക് വേണമെങ്കിൽ ആ ഗുഡ്സ് വേറെ ആൾക്ക് വേണമെങ്കിൽ മറിച്ച് വിൽക്കാം. പിന്നെ എന്താണ് റീസെയിൽ ബൈ ആൻ അൺപെയ്ഡ് സെല്ലർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ സാധനം വാങ്ങണമെന്ന് പറഞ്ഞു പോയി, പക്ഷെ വാങ്ങിയിട്ടില്ല, വേറെ ആൾ വരുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ അത് റീസെയിൽ ചെയ്യാം. അപ്പോൾ പൈസ വരുമ്പോൾ അയാൾക്ക് പറഞ്ഞാൽ സാധനം വിറ്റുപോയി എന്ന് പറയാം. സെയിൽ അണ്ടർ പ്രൊവിഷൻസ് ഓഫ് അതർ ആക്ട്, മറ്റേതെങ്കിലും ആക്ടിന് എന്താണ് ഇങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇന്ത്യയിൽ ഇപ്പോൾ ഈ എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ ആക്ട് ഉണ്ടല്ലോ, 1930 അപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും ആക്ടിന് സെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ആക്ടിൻ്റെ വകുപ്പ് പ്രകാരം വേണമെങ്കിൽ എന്താണ് നോൺ ഓണർക്ക് ഈ വിൽക്കാമെന്നുള്ളതാണ്. ഇനി പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിലാണ്. അപ്പോൾ എന്താണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 31 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ മീൻസ് ആസ് റിഗാർഡ്സ് ടു ദ സെല്ലർ ഡെലിവറി ഓഫ് ഗുഡ്സ് ടു ദ ബയർ, ആസ് റിഗാർഡ്സ് ദ ബയർ ആക്സെപ്റ്റൻസ് ഓഫ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് പേയ്മെൻറ്റ് ഫോർ ദം. അതായത് എങ്ങനെയാണ് പെർഫോമൻസ് ഓഫ് സെയിൽ നടക്കുക, അതായത് ഒരു സെല്ലർ ബയർക്ക് വിൽക്കാൻ വെക്കുന്ന ഒരു സാധനം ബയർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, വാങ്ങിയിട്ട് പൈസ കൊടുക്കുന്നു, അത് നടന്നതായി പെർഫോമൻസ് കഴിഞ്ഞു, അല്ല ആ കോൺട്രാക്റ്റ് നടന്നു എന്നുള്ളതാണ്. അതാണ് മേലെ പറയുന്നത്. ഇനി എന്താണ് ഡെലിവറി ഓഫ് ഗുഡ്സ് എന്ന് വെച്ചാൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 2 പറയും. സെക്ഷൻ 2 സബ്സെക്ഷൻ 2 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഡിഫൈൻസ് ഡെലിവറി ആസ് എ വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഫ്രം, ഡെലിവറി എന്ന് വെച്ചാൽ പൊസഷൻ എന്താണ് നമ്മുടെ കൈവശത്തു നിന്ന് ഒരു സാധനം മറ്റൊരാളുടെ കൈവശത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് ആക്ച്വൽ ഡെലിവറി ആവാം, സിംബോളിക് ഡെലിവറി അല്ലെ ഒരു കീ കൊടുക്കുന്നതാവാം, പിന്നെ എന്താണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആവാം. അതായത് എന്താണ് കൺസ്ട്രക്റ്റീവായിട്ട് നമ്മൾ എന്താണ് ഒരു എഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ട് എന്താണ് ഡെലിവറി ചെയ്യുന്നതാണ്. ഇനി ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട റൂൾസ് എന്തൊക്കെയാണ്? ഒന്ന് പൊസഷൻ ഓഫ് ഗുഡ്സ് ആണ്, കൈവശം വെക്കുന്നത് മാറണം. ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ഒരു രണ്ടും കൺകറൻറ്റ് എന്താണ് കണ്ടീഷൻസ് ആണ്. ഒന്ന് സാധനം അങ്ങോട്ട് എത്തിക്കുകയും വേണം, പേയ്മെൻറ്റ് അങ്ങോട്ട് കിട്ടുകയും വേണം. എഫക്റ്റ് ഓഫ് പാർട്ട് ഡെലിവറി, ചിലപ്പോൾ പാർഷ്യൽ ഡെലിവറി ചെയ്യുന്നുള്ളതാണ്. പിന്നെ ബയർ ടു അപ്ലൈ ഫോർ ഡെലിവറി, ബയർ ഡെലിവറി കിട്ടണമെന്ന് അപ്ലൈ ചെയ്യണം, ടൈം കൃത്യമായിട്ട് പറയണം, ഡെലിവറീൻ്റെ പ്ലേസ് എപ്പോഴാന്ന് പറയണം. പിന്നെ ഗുഡ്സ് ഇൻ പൊസഷൻ ഓഫ് മറ്റൊരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിഗണിക്കണം, അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഡെലിവറി ചെയ്യണം. ഡെലിവറീൻ്റെ എക്സ്പെൻസ് ആരെടുക്കും എന്നുള്ളതാണ്, ചിലപ്പോൾ ബയർ എടുക്കും, ചിലപ്പോൾ സെല്ലർ എടുക്കും. പിന്നെ എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ടെങ്കിൽ എന്താണ് അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ അങ്ങനെ.
ഡെലിവറി ടു എ കാരിയർ ബൈ വാർ ഫിംഗർ. ഓക്കെ, അടുത്തത് എന്താ പറയുന്നത്? ഡെലിവറി ടു എ കാരിയർ ബൈ വാർ ഫിംഗർ ഒരു കൈൻഡ് ഓഫ് ഏജന്റ് ആണ്, ഗുഡ്സ് ഡെലിവറി എടുക്കുന്ന ഒരു ഏജന്റ് ആണ്. അപ്പോൾ അയാളെ കയ്യിൽ നിന്നാണ് ഒരു കാരിയറിലേക്ക് ഡെലിവറി ചെയ്യണമെന്നുള്ള കേസാണ്. പിന്നെ ബയർ റൈറ്റ് ഓഫ് എക്സാമിനിങ് ഗുഡ്സ്. ഡെലിവറി ചെയ്യുന്ന നേരത്ത് ബയർക്ക് എന്തിൻ്റെ അവകാശമുണ്ട്? ഈ ഗുഡ്സ് എക്സാമിൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. ബയർ നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ഗുഡ്സ് ഓഫ് റിജക്റ്റഡ്. അത് ബയർ എന്നാണ് കൃത്യമായിട്ട് ഗുഡ്സ് റിട്ടേൺ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ എന്താണ് ലയബിലിറ്റി ഓഫ് ദ ബയർ ഫോർ നെഗ്ലക്റ്റിംഗ് ഓർ റെഫ്യൂസിങ് ഡെലിവറി ഓഫ് ഗുഡ്സ്. അതായത് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന നേരത്ത് ബയർ കൃത്യമായിട്ട് പരിഗണിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും ഇട്ട് പോകാൻ പറഞ്ഞിട്ട് അത് കേടായി പോയാൽ പിന്നെ സെല്ലർക്ക് എന്തില്ല, അതിൽ വേറെ ഉത്തരവാദിത്തങ്ങളില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട ചില റൂൾസ് ആയിട്ട് പറയുന്നത്. ആ പോയിന്റുകളൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കുക, നോക്കി വെക്കുക. പിന്നെ അൺപെയ്ഡ് സെല്ലർ എന്താണെന്നുള്ളതാണ്. അപ്പോൾ according to section 45 subsection 1 of the Sale of Goods Act, the unpaid seller means a seller, 2 പോയിന്റ് ആണ്, who has not been paid. ഇതുവരെ പേയ്മെൻറ്റ് കിട്ടാത്തൊരു സെല്ലറാണ്, ഗുഡ്സ് കൊടുത്തിട്ടും. പിന്നെ who has received a bill of exchange. അപ്പോൾ അയാൾക്ക് പൈസയല്ല ബയർ കൊടുത്തത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, പക്ഷേ അതിന് പൈസ ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഹീസ് എൻ അൺപെയ്ഡ് സെല്ലർ. പിന്നെ റൈറ്റ് ഓഫ് എൻ അൺപെയ്ഡ് സെല്ലർ. എന്തൊക്കെയാണ് ഒരു അൺപെയ്ഡ് സെല്ലറിൻ്റെ അവകാശങ്ങൾ? റൈറ്റ് ഓഫ് എൻ അൺപെയ്ഡ് സെല്ലർ അഗെയിൻസ്റ്റ് ഗുഡ്സ് ഇൻക്ലൂഡ് റൈറ്റ് ടു ലീൻ. ലൈൻ മീൻസ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ട് ആ ഗുഡ്സ് പിന്നെ കൈവശം വെക്കാനുള്ള അവകാശം, അത് തിരിച്ച് കൊണ്ടുപോകാനുള്ള അവകാശം അൺപെയ്ഡ് സെല്ലർക്ക് ഉണ്ട്. ഇയാളെ കൈവശം ഉണ്ടെങ്കിൽ പിന്നെ സെല്ലർക്ക് ബയർക്ക് അയാൾ കൊടുക്കേണ്ട ആവശ്യമില്ല. So conditions that should be fulfilled before unpaid vendor can exercise right of line are: ownership must have been passed to the buyer, goods must be in possession of the seller, price of part of price must remain unpaid. അപ്പോൾ ഓണർഷിപ്പ് കയ്യിൽ കൊടുത്ത് പക്ഷേ ഗുഡ്സ് ഇപ്പോഴും സെല്ലറിൻ്റെ കയ്യിലാണ്, പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് ആ സാധനം പിന്നെ ബയർ വന്ന് ചോദിച്ചാൽ കൊടുക്കേണ്ട കാര്യമില്ല, പേയ്മെൻറ്റ് ഫുള്ളായിട്ട് കിട്ടിയിട്ട് കൊടുത്താൽ മതി. പിന്നെ റൈറ്റ് ടു സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ ഗുഡ്സ് എന്താണ് ഇൻ പോകുന്ന നേരത്ത് മണിക്കൂറായിട്ടും പൈസ വന്നില്ലെങ്കിൽ എന്താണ് പോകുന്ന ഗുഡ്സിനെ തിരിച്ച് സെല്ലറിന് പറയാം തിരിച്ച് ഗോഡൗണിലേക്ക് തന്നെ കൊണ്ടുവെക്കാൻ, കാര്യം ബയർ പൈസ തന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, സെല്ലർ മസ്റ്റ് ബി ആൻ അൺപെയ്ഡ് സെല്ലർ, ഗുഡ്സ് മസ്റ്റ് ബി ഇൻ ട്രാൻസിറ്റ്. എന്താണ് ബയർ മസ്റ്റ് ബിക്കം ഇൻസോൾവെൻറ്റ്. ബയർ പാപ്പറായിരുന്നൊരു തെളിവ് അല്ലെങ്കിൽ വിവരം കിട്ടുകയാണെങ്കിൽ. ഇനി റൈറ്റ് ടു റീസെയിലാണ്. ഇനിയിപ്പോൾ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് ആ സാധനം വേറെ ആൾക്ക് മറിച്ച് വെക്കാനുള്ള അവകാശം സെല്ലറിനുണ്ട്. ദിസ് റൈറ്റ് ക്യാൻ ബി എക്സസൈസ് ഓൺലി വെൻ ദ ഫോളോയിങ് കണ്ടീഷൻ ആർ സാറ്റിസ്ഫൈഡ്. ഇഫ് ദ ഗുഡ്സ് ആർ ഇൻ പെരിഷബിൾ നേച്ചർ. അപ്പോൾ ഗുഡ്സ് നശിച്ചു പോകുന്ന ഗുഡ്സാണ്. അപ്പോൾ സാധനം വിറ്റ് കോൺട്രാക്റ്റ് ആക്കി, പക്ഷേ പൈസ കിട്ടുന്നില്ല, സാധനം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ സാധനം നശിച്ചു പോയി, ഇയാളെ കയ്യിൽ നിന്ന് നശിച്ചു പോയാലേ, സെല്ലറിൻ്റെ കയ്യിൽ നശിച്ചു പോയാൽ ആൾക്ക് പിന്നെ ഇയാളടുത്ത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ വേറെ റീസെയിൽ ചെയ്യാം. വെൻ ദ അൺപെയ്ഡ് സെല്ലർ നോട്ടീസ് ഓഫ് ഹിസ് ഇൻറ്റൻഷൻ ടു സെൽ. കൃത്യമായിട്ട് അൺപെയ്ഡ് സെല്ലർ എന്നാണ് മറ്റാളെ ഇൻറ്റൻഷൻ കൃത്യമായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ വെർ ദ ഗുഡ്സ് എക്സ്പ്രസ്ലി റിസർവ് എ റൈറ്റ് ഓഫ് റീസെയിൽ ഇൻ കേസ് ഓഫ് ബയർ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കോൺട്രാക്റ്റിൽ പറയുന്നുണ്ട് കൃത്യമായ സമയത്ത് പൈസ തന്നിട്ടില്ലെങ്കിൽ ഇത് റീസെയിൽ ചെയ്യുമെന്ന് പറയുകയാണെങ്കിലും റീസെയിൽ ചെയ്യാം. റൈറ്റ് ഓഫ് എൻ അൺപെയ്ഡ് സെല്ലർ അഗെയിൻസ്റ്റ് ബയർ പേഴ്സണലി. അപ്പോൾ ബയർ എന്താണ് സൂട്ട് ഫോർ എന്ന് വെച്ചാൽ കേസ് കൊടുക്കലാണ്. അപ്പം വിലയ്ക്ക് വേണ്ടി കേസ് കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ട് സാധനം വിറ്റ് പൈസ കൃത്യം വെച്ചില്ല, നമ്മളെ ഗോഡൗണിൽ നിന്ന് എന്തെങ്കിലും ഡാമേജ് പറ്റി, കാര്യം ഈ വെച്ചത് കൊണ്ട് അതായത് ഇങ്ങനെ വെറുതെ നമ്മൾ കയ്യിൽ വെച്ചത് കൊണ്ട് ഡാമേജ് പറ്റുകയാണെങ്കിൽ എന്താണ് അതിന് ഫയൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ റീപ്യൂഡിയേഷന് പറ്റും, സൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ഇൻട്രസ്റ്റിനും സ്പെഷ്യൽ ഡാമേജിനൊക്കെ എന്താണ് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് അൺപെയ്ഡ് സെല്ലറിന് കൊടുക്കേണ്ട അയാൾക്കുള്ള അവകാശങ്ങളാണ്. അൺപെയ്ഡ് സെല്ലർ അതായത് സാധനം വിറ്റിട്ട് ഇതുവരെ പൈസ കിട്ടാത്ത സെല്ലർക്ക് കിട്ടുന്ന പ്രത്യേക അവകാശങ്ങളാണ്. പിന്നെയാണ് എന്ത് ഓപ്ഷൻ സെയിൽ. ഓപ്ഷൻ സെയിൽ നമുക്കറിയാം ലേലം വിളിയാണ്. ആൻഡ് ഓപ്ഷൻ സെയിൽ ഇസ് എ പബ്ലിക് സെയിൽ. നമ്മൾ പബ്ലിക്കായിട്ട് സാധനം വെക്കുന്നു, ഏറ്റവും കൂടുതൽ വില പറഞ്ഞാൾക്ക് സാധനം വെക്കുന്നു. വെർ ദ ഗുഡ്സ് ആർ ഓഫേർഡ് ടു ബി ടേക്കൺ ബൈ ദ ഹയസ്റ്റ് ബിഡർ. ഏറ്റവും കൂടുതൽ ലേലം വിളിക്കുന്ന ആൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഫ്രം എമംഗ് ദ പബ്ലിക് ദ പേഴ്സൺ ഹു സെയിൽസ് ഗുഡ്സ് ത്രൂ ഓപ്ഷൻ ഇസ് നോൺ ആസ് ഓപ്ഷൻ. അതായത് ഒരു സാധനം അങ്ങനെ വെച്ചിട്ട് ലേലം വിളിച്ച് വെക്കുന്ന ആളുടെ പേരാണ് ഓപ്ഷണർ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓണർ ഓഫ് ദ ഗുഡ്സ് ആൻഡ് ദ ഓപ്ഷണർ ഇസ് ദ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഓപ്ഷണറും എന്താണ് വാങ്ങുന്ന ആളും തമ്മിലുള്ള റിലേഷൻ എന്താണ് പ്രിൻസിപ്പളും ഏജൻറ്റും തമ്മിലുള്ളതാണ്. ഇതിൻ്റെ റൂൾസ് പറയുന്നുണ്ട്. ഓപ്ഷൻ സെയിലിൻ്റെ റൂൾസ് പറഞ്ഞത് വെൻ ഓപ്ഷൻ സെയിൽ ഇസ് മെയ്ഡ് ഇൻ ലോട്ട്സ്. അപ്പോൾ ലോട്ട് എടുക്കുകയാണെങ്കിൽ എന്താണ് ഈച്ച് ലോട്ട് ഇസ് എ പ്രൈമ ഫേസി ഡീം ടു ബി ദ സബ്ജക്റ്റ് ഓഫ് സെപ്പറേറ്റ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഓരോ ലോട്ടിലും എന്താണ് അതിന് ഓരോ കോൺട്രാക്റ്റുകളായിട്ട് പരിഗണിക്കും. ഏറ്റവും കൂടുതൽ വന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ ഇട്ട ലോട്ടിനാണ് ഇത് കിട്ടുക. അല്ലെങ്കിൽ ആ ലോട്ട് എടുക്കണ നേരത്തെ ആരാ ലോട്ടാണോ കിട്ടുന്നത് അയാൾക്ക് കൊടുക്കുന്ന രീതിയാണെങ്കിൽ അപ്പോൾ അതിനെന്താണ് ഒരു കോൺട്രാക്റ്റ് ആയിട്ട് പരിഗണിച്ച് അയാൾക്ക് കൊടുക്കുക. അപ്പോൾ അയാൾ പറഞ്ഞ പൈസ നമ്മൾ വാങ്ങുക എന്നുള്ളതാണ്. പിന്നെ എന്താണ് എ സെയിൽ ബൈ ഓപ്ഷൻ ഇസ് കംപ്ലീറ്റ് വെൻ ദ ഓപ്ഷൻ അനൗൺസ് ഇറ്റ്സ് കംപ്ലീഷൻ. അപ്പോൾ ഒരാളിങ്ങനെ വിളിക്കുന്നു, അപ്പോൾ തന്നെ എന്താണ് ഈ ഓപ്ഷൻ ചെയ്യുന്ന ആൾ ഓപ്ഷണർ സാധനം
വെക്കുന്ന ആൾ, ലേലത്തിൻ്റെ സാധനം വിളിക്കുന്ന ആളുണ്ടല്ലോ, വിളിക്കുന്നതല്ല, ഒരു സാധനം വെച്ച് ലേലം വിളിക്കാൻ പ്രേരിപ്പിക്കുന്ന ആൾ, അയാൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ എന്താണ്, ഇപ്പോൾ 3 വിളി വിളിച്ചിട്ട് ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇഫ് ദ സെയിൽ ഈസ് notified to be subject to a right to bid on behalf of the seller, it shall not be lawful if for the auctioneer to take the bid. അത് സെയിൽ ഇത് കൃത്യമായി നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് എന്താണ് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ എന്താണ് ഓൺ ബിഹാഫ് ഓഫ് ദ സെല്ലർ, ഇറ്റ് ഷാൽ നോട്ട് ബി ലോഫുൾ ഫോർ ദ ഓപ്ഷണർ ടു ടേക്ക് ദ ബിഡ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഒരു സെല്ലറിൻ്റെ എന്താണ് അധികാര പരിധിക്ക് അല്ലെങ്കിൽ എന്താണ് അയാളുടെ ഈ പറയുന്ന അതായത് ഒരു സെല്ലർ പറയാണ്, അയാൾ പറയുന്ന രീതിയിലാണ് ഇത് ഓപ്ഷൻ ചെയ്യേണ്ടതെന്ന് പറയാണ്, വേറൊരു ഓപ്ഷണർക്ക് കൊടുക്കുകയാണ്. ലേലം വിളിക്കാൻ എന്താ ചിലപ്പോൾ സെല്ലർ തന്നെ വിളിക്കില്ലല്ലോ, ലേലം വിളിക്കുന്ന വേറെ ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇയാളുടെ അധികാരമല്ല, ഈ സെല്ലറിൻ്റെ അധികാരത്തിലാണ് ഇത് ലേലം വിളി നടത്തേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ റൈറ്റ് ടു ബിഡ് മേ ബി റിസർവ്ഡ് ബൈ ദ സെല്ലർ. എന്താണ് സെല്ലർക്കും എന്താണ് ഈ വിൽക്കണ ആൾക്ക് വേണമെങ്കിൽ വാങ്ങാനുള്ളൊരു അവകാശം വേണം അല്ലേ. ലേലം വിളിക്കുമ്പോൾ ചിലപ്പോൾ വിൽക്കണ ആൾ തന്നെ ലേലത്തിന് എന്താണ് അതിന് അവിടെ എന്താണ് ചുക്കാൻ പിടിച്ച് നിൽക്കും, അല്ലെങ്കിൽ വേറെ ആൾ ഓപ്ഷണർ ഉണ്ടാവും. അപ്പോൾ ഈ സെല്ലർക്കും അവിടെ വാങ്ങാനുള്ളൊരു അവകാശം കൊടുക്കണം. എനി സെയിൽ കോൺട്രവീനിങ് ദ എബവ് റൂൾ മേ ബി ട്രീറ്റഡ് ആസ് ഫ്രോഡുലന്റ് ബൈ ദ ബയർ. അപ്പോൾ എന്തെങ്കിലും എന്താണ് മാറ്റങ്ങൾ എഗ്രിമെൻ്റ് ഒക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ അതിന് ഫ്രോഡുലൻ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റും ബയർക്ക്. ഇഫ് ദ സെയിൽ മേക്സ് യൂസ് ഓഫ് പ്രിറ്റൻഡഡ് ബിഡിങ് ടു റേസ് ദ പ്രൈസ്, ദ സെയിൽ ഈസ് വോയിഡബിൾ. അപ്പോൾ വെറുതെ എന്താണ് ലേലം വിളിച്ചിട്ട് പൈസ കൂട്ടാനുള്ളൊരു തരികടയൊക്കെ നടക്കുകയാണെങ്കിൽ എന്താണ് അതിന് വോയിഡബിൾ ആയിട്ട് പരിഗണിക്കും എന്നുള്ളതാണ്. ഇനി റെമഡീസ് ആണ്. ഒരു കോൺട്രാക്റ്റിന് ബ്രീച്ച് വരികയാണെങ്കിൽ, ആ കോൺട്രാക്റ്റ് തെറ്റിക്കുകയാണെങ്കിൽ സെല്ലർക്കുള്ള റെമഡി എന്തൊക്കെയാണ്? ഒന്ന് വിലയ്ക്ക് സൂട്ടാണ്. സൂട്ട് ഫോർ എന്ന് വെച്ചാൽ കേസ് കൊടുക്കാനുള്ള അവകാശം. സൂട്ട് ഫോർ കേസ് കൊടുക്കാനുള്ള അവകാശത്തിനാണ് സൂട്ട് ഫോർ എന്ന് പറയാം. അപ്പോൾ വിലയ്ക്കുള്ള സൂട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ എന്താണ് ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജ് കൃത്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാതെ ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ അതിന് കേസ് കൊടുക്കാൻ പറ്റും. സൂട്ട് ഫോർ ഡാമേജ് ഫോർ റീപ്യൂഡിയേഷൻ ഓഫ് കോൺട്രാക്ട്. പെട്ടെന്ന് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് എന്തെങ്കിലും ഡാമേജ് സെല്ലർക്ക് വരികയാണെങ്കിൽ അതിന് കേസ് കൊടുക്കാൻ പറ്റും. സൂട്ട് ഫോർ ഇൻട്രസ്റ്റ് ഫോർ സ്പെഷ്യൽ ഡാമേജ്. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഡാമേജ് വരികയാണെങ്കിൽ അതിന് ഒരു എന്താണ് ഇൻട്രസ്റ്റിനോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡാമേജിനോ എക്സ്ട്രാ ഒരു കേസ് കൊടുക്കാനും സെല്ലർക്ക് അവകാശമുണ്ട്. ഇനി ബയറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എന്താണ് സൂട്ട് ഫോർ ഡാമേജസ് ഫോർ നോൺ ഡെലിവറി. കൃത്യമായിട്ട് ഡെലിവറി കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് കേസ് കൊടുക്കാൻ പറ്റും. പിന്നെന്താണ് സൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. എന്തെങ്കിലും പ്രത്യേക കാര്യം പറഞ്ഞാൽ ചെയ്തിട്ടില്ലെങ്കിൽ സെല്ലർ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കാൻ പറ്റും. സൂട്ട് ഫോർ ബ്രീച്ച് ഓഫ് റെമഡി. റെമഡിക്കെതിരെ എന്താണ് സൂട്ട്. എന്തെങ്കിലും റെമഡീസ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കാൻ പറ്റും. സൂട്ട് ഫോർ റെപ്യൂഡിയേഷൻ ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇയാൾക്ക് എന്താണ് കേസ് ഫയൽ ചെയ്യാൻ പറ്റും ആർക്ക് ബയർക്ക്. ഓഫ് ദ കോൺട്രാക്ട് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് സ്യൂട്ട് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റിന് മുമ്പുള്ള എന്താ ഡേറ്റിന് എന്താണത് ഈ പറഞ്ഞ കോൺട്രാക്ട് തന്നെ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബയർക്ക് വേണമെങ്കിൽ ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടക്കുകയാണെങ്കിൽ കേസ് കൊടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സെയിൽ ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ വരുന്നത് 1930. ഓക്കെ, കുറച്ച് വലിയ ചാപ്റ്ററാണ്, കുറച്ച് ലെങ്ത് ഉണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. അതിൻ്റെ നോട്ട് ബാക്കിയുള്ള തിരുത്തുകളൊക്കെ വരുത്തിയിട്ട് ഞാൻ എന്താണത് നിങ്ങളുടെ ഈ പറഞ്ഞ ഫോൾഡറിലേക്ക് അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ.